بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ. അല്ലാഹുമ്മ സിദ്നാ ഇൽമാ. അൽ ബഖറയിലെ 265 മുതലുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് കേൾപ്പിക്കുന്നത്. 431 പേജ് പരിഭാഷയിൽ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومثل الذين ينفقون أموالهم ابتغاء مرضات الله وتثبيتا من أنفسهم كمثل جنة بربوة أصابها وابل فآتت أكلها ضعفين فإن لم يصبها وابل فطل والله بما تعملون بصير. أيود أحدكم أن تكون له جنة من نخيل وأعناب تجري من تحتها الأنهار له فيها من كل الثمرات وأصابه الكبر وله ذرية ضعفاء فأصابها إعصار فيه نار فاحترقت كذلك يبين الله لكم الآيات لعلكم تتفكرون. يا أيها الذين آمنوا أنفقوا من طيبات ما كسبتم ومما أخرجنا لكم من الأرض ولا تيمموا الخبيث منه تنفقون ولستم بآخذيه إلا أن تغمضوا فيه واعلموا أن الله غني حميد. الشيطان يعدكم الفقر ويأمركم بالفحشاء والله يعدكم مغفرة منه وفضلا والله واسع عليم. ഇൻഷാ അല്ലാഹ് നമ്മുടെ സമയത്തിനനുസരിച്ച് ഓതി കേൾപ്പിച്ച ആയത്തുകൾ എടുക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ച വിഷയം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നതിന് പകരം അതല്ലെങ്കിൽ ധനം സ്വതക്ക നൽകുന്ന സമയത്ത് അത് നിഷ്ഫലമായി പോകുന്ന അവസ്ഥകളെക്കുറിച്ച്, അഥവാ ആളുകൾ കാണാനോ ആ സ്വതക്ക എടുത്തു പറഞ്ഞിട്ടോ സ്വതക്ക നൽകിയിട്ട് അതാർക്കാണോ നൽകിയത് അവരെ ഇങ്ങനെ പ്രയാസപ്പെടുത്തുകയോ ഒക്കെ ചെയ്താൽ മില്യൺ കണക്കിന് നമ്മൾ ചെലവഴിച്ചാലും അള്ളാഹിൻ്റെ അടുത്ത് അതിനൊരു പ്രതിഫലം ഉണ്ടാകില്ല. അതിൻ്റെ നേരെ വിപരീതമാണ് ഇന്ന് കേൾപ്പിച്ച വചനങ്ങൾ. ഒരു വിഭാഗം ആളുകളുണ്ട്, വമസലുല്ലദീന യുൻഫിഖൂന അംവാലഹും, തങ്ങൾ സമ്പാദിച്ച ധനം അഥവാ തങ്ങളുടെ ധനം ചെലവഴിക്കുന്നവരുടെ ഉദാഹരണം. എങ്ങനെ ചെലവഴിക്കുന്നവർ? ഇബ്തിഗാ, അവർ തേടുകയാണ്. ഇബ്തിഗാ മർദാത്തില്ല,
അള്ളാഹിൻ്റെ തൃപ്തിയാണ് അവർ ആഗ്രഹിക്കുന്നത്. അത് ഒരു റിയാൽ കൊടുക്കുകയാണെങ്കിലും ഒരു മില്യൺ കൊടുക്കുകയാണെങ്കിലും എത്ര കൊടുക്കുകയാണെങ്കിലും അവരുടെ ഉദ്ദേശം എന്താണ്? പഠിച്ചവൻ്റെ കൂലിയാണ്. അള്ളാഹിൻ്റെ തൃപ്തി എന്ന് ഉദ്ദേശിച്ചാൽ അള്ളാഹിൻ്റെ അടുത്ത് എനിക്കിത് കൊണ്ട് കൂലി കിട്ടണം. ഈ ഉദ്ദേശത്തിലാണ് ഒരാൾ ധനം ചെലവഴിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ പ്രത്യേകത വതസ്ബീതം മിൻ അൻഫുസിഹിം, അവരുടെ മനസ്സിൽ നിന്ന് ദൃഢപ്പെട്ടിട്ട്, അല്ലേ, ആ നിലക്ക് മനസ്സിൽ നിന്ന് ദൃഢപ്പെടുക എന്ന് വെച്ചാൽ ഞാൻ ഈ ധനം ചെലവഴിക്കുന്നത് കൊണ്ട് അള്ളാഹിൻ്റെ അടുത്ത് എനിക്ക് കൂലി കിട്ടും, ഇത് ഞാൻ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ കൊടുക്കുകയാണ് എന്ന രീതിയിലാണ് ചെലവഴിക്കുന്നതെങ്കിൽ രണ്ടും മനസ്സിലാക്കണം. എന്നുവെച്ചാൽ ചെലവഴിക്കുന്നവരെ പറ്റിയാണ് അള്ളാഹ് പറഞ്ഞത്. ചെലവഴിക്കാത്ത ആളുകൾ വേറെയാണ്, അത് മൂന്നാം കക്ഷിയാണ്. ചെലവഴിക്കുന്നവരനെ രണ്ട് രീതിയിലാണ്. ചെലവഴിച്ചത് ഇങ്ങനെ എടുത്തു പറയുന്നവർ, ചെലവഴിച്ചത് ഇങ്ങനെ അവരെ ഉപദ്രവിക്കുന്നവർ, നിയത്ത് മാറിപ്പോയിട്ട് ചിലവഴിക്കുന്ന ആളുകൾ. അതൊന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു. ഒരു മിനുസപ്പാറേൻ്റെ മുകളിൽ കുറച്ച് മണ്ണുണ്ട്, മഴ പെയ്താൽ ആ മണ്ണെന്തായി പോവും, ഒന്നും കിട്ടില്ല ഇവർക്ക്, ആ പഴയതേ ബാക്കി ഉണ്ടാകും. ഇതുപോലെ തന്നെയാണ് പിന്നെ ഈ നിലക്ക് നിഷ്ഫലമായി പോകുന്ന സ്വതക്കകളൊക്കെ. എന്നാൽ അള്ളാൻ്റെ മാർഗത്തിൽ അള്ളാൻ്റെ പൊരുത്ത് ആഗ്രഹിച്ചുകൊണ്ട് ചിലവഴിക്കുന്ന ആളുകൾ മനസ്സറിഞ്ഞിട്ട് കൊടുക്കുകയാണ്. മനസ്സറിഞ്ഞിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഉദാഹരണം പറഞ്ഞില്ലേ, ഒരാളെ നോക്കിയിട്ടൊന്നും കൊടുക്കുന്ന ആൾക്കാരുമില്ല. ഈ പിന്നെ കുടുങ്ങിപ്പോയിട്ട് കൊടുക്കുന്ന ആൾക്കാർ, അല്ലേ, പള്ളിക്കലാകെ ഒരു ഡോറേ ഉള്ളൂ, ആ ഡോറിൻ്റെ അടുത്താണ് പിരിവാരം നിൽക്കുകയും ചെയ്യുന്നത്, വേറെ രക്ഷപ്പെടാനൊരു മാർഗ്ഗവും ഇല്ല. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ആൾക്കാർ, പല സൈസിലുള്ള ആൾക്കാരും ഉണ്ടാവുമല്ലോ, അല്ലേ. ഇതൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ എങ്ങനെയായിരുന്നു മനസ്സറിഞ്ഞിട്ട് കൊടുക്കുന്ന ആൾക്കാർ? കമസലി ജന്ന, അത് ഏതുപോലെയാണ്? ആ സ്വതക്കയുടെ ഉദാഹരണം ഒരു തോട്ടം പോലെയാണ്. റബ്ബുവ, ഒരു മേട് പ്രദേശത്തുള്ള ഒരു തോട്ടം. ആ പ്രദേശത്ത് അസ്വാബഹ, അവിടെ ബാധിച്ചിട്ടുണ്ട് വാബിലുൻ, ഒരു കനത്ത പേമാരി, ഒരു വലിയൊരു മഴ, അതാണ് വാബിൽ. ഒരു വലിയൊരു മഴ ആ ഉയർച്ച ആ മേട് പ്രദേശത്ത് ഇങ്ങനെ കിട്ടുകയാണ്. ഫആത്തത്, എന്നിട്ട് ആ തോട്ടം നൽകി. ഉകുലഹ, അതിൻ്റെ കനികൾ, അതിൻ്റെ കായ് കനികൾ ളുഅഫൈൻ, ഇരട്ടിയായിട്ട് നൽകി. ഇതുപോലെയാണ് പഠിച്ചോൻ്റെ അള്ളാൻ്റെ പൂരത്തെ ഉദ്ദേശിച്ച് ധനം ചെലവഴിക്കുന്ന ആൾക്കാർ. നമ്മളൊക്കെ പഠിക്കേണ്ടതാണിത്. നല്ല മനസ്സോടെയാണ് നമ്മൾ ധനം കൊടുത്തതെങ്കിൽ സാധാരണ പ്രദേശത്ത് നിന്ന് മാറി ഉയർന്ന പ്രദേശം നിങ്ങൾ സങ്കല്പിക്കുക. നല്ല വായു കിട്ടും, നല്ല വെളിച്ചം കിട്ടും, കാറ്റ് കിട്ടും, ഒക്കെ കിട്ടും. അവിടെയുള്ള കൃഷിക്ക് എന്തുണ്ടാകും? നല്ല പിന്നെ കുറച്ചും കൂടി മറ്റുള്ളതിനേക്കാൾ വ്യത്യസ്തത ഉണ്ടാകുകയും ചെയ്യും. അവിടെ വലിയൊരു മഴയും കൂടി കിട്ടിയാലോ നന്നായിട്ട് കൃഷി കിട്ടൂലേ, അല്ലേ, കായ്കനികൾ കിട്ടില്ലേ? ഇതുപോലെ ഇരട്ടി കിട്ടുന്നത് പോലെ ഈ രണ്ട് ഉദ്ദേശം ഉണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു ആയത്ത്, ഒരു റിയാൽ കൊടുത്താൽ എത്ര കൂലി കിട്ടും? എത്ര? 700 കൂലി കിട്ടും, അല്ലേ. അപ്പം എത്രയാണോ കൂട്ടുന്നത് അത്ര കൂലി കിട്ടും. പിന്നെ അള്ളാഹ് പറഞ്ഞില്ലേ, അള്ളാഹു കണക്കില്ലാതെ കൊടുക്കും, അള്ളാഹു ഇരട്ടിക്ക് കൊടുക്കും. അള്ളാഹിൻ്റെ മാർഗത്തിൽ ആര് ചിലവഴിച്ചോ കടം കൊടുക്കുകയാണോ അള്ളാഹുവിന് ഇരട്ടിയായിട്ടാണ് കൊടുക്കുക, ഇങ്ങോട്ട് കൊടുക്കുക. പഠിച്ചവൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുമ്പോൾ അപ്പം തന്നെ അള്ളാഹ് ഇരട്ടി ഇങ്ങോട്ട് തരിക. അങ്ങനെ അള്ളാഹ് ഒരുപാട് കൊടുക്കും. ഇനി ഫഇല്ലം യുസ്ബിഹ വാബിൽ, ഇനി വലിയ പേമാരിയൊന്നും കിട്ടിയില്ല, ഫതുല്ലുൻ, എങ്കിൽ ഒരു ചാറൽ മഴ തന്നെ മതിയാകും. അതിന് വലിയൊരു പേമാരിയൊന്നും വേണ്ട, ഒരു പിന്നെ തൊല്ലും ചില ചാറൽ മഴ, ചെറിയൊരു മഴ, അത് തന്നെ അതിന് മതിയാകാം കൃഷി ആ കായ്കനികൾ ഉണ്ടാകാൻ. വല്ലാഹു, അള്ളയാകട്ടെ, ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ ചെയ്യുന്നതൊക്കെ അള്ളാഹു തആല കണ്ടറിയുന്നവനാകുന്നു. എത്ര ആയത്താ സ്വതക്കേനെ പറ്റിയിട്ട്, എന്തൊക്കെ മോഡൽ ഉദാഹരണം, അല്ലേ. എന്തിനാ ഇത്ര അധികമൊക്കെ ഉദാഹരണം പറഞ്ഞു തരുന്നത്? പൈസേൻ്റെ വിഷയത്തുമ്പോൾ എല്ലാവരും ഒരുപോലെ, എല്ലാവരും, അതെല്ലാവരും അങ്ങനെ തന്നെ. അത് അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതാകട്ടെ, കടം കൊടുക്കുന്നതാകട്ടെ, കടം വാങ്ങുന്നതാകട്ടെ, ഈ പിന്നെ നമ്മൾ സമ്പാദിച്ചത് പഠിച്ചവൻ്റെ മാർഗത്തിലേക്ക് കൊടുക്കുമ്പോൾ വല്ലാത്ത വേദനയുള്ള ആൾക്കാരുണ്ട്. ഇതേ ആൾക്കാർ ദുനിയാവിന് വേണ്ടി ചിലവഴിക്കുമ്പോൾ ഒരു പ്രശ്നം ഒരിക്കലും ഉണ്ടാകുകയില്ല. ഇങ്ങനത്തെ ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ നമ്മളെ ഹദീസുകളിലൂടെ ഈ ധനം ചെലവഴിക്കുന്നതിൻ്റെ ഉദാഹരണം പഠിപ്പിച്ചു. നമുക്ക് മനസ്സിലാകും, അള്ളാഹു തന്ന സമ്പത്ത് നമ്മൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നില്ലെങ്കിൽ നമ്മൾ ചെലവഴിക്കാൻ ആളുകളെ അന്വേഷിച്ച് പോകുന്നതും ആളുകളുടെ പേര് പറയുന്ന രംഗവും ഉണ്ടാകും. റൂഹ് പിടിക്കുന്ന നേരത്ത്, അന്നേരം നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ട് ചെലവഴിക്കുമ്പോൾ ഒക്കെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതുപോലെ സ്റ്റേജ് പേര് വരാൻ വേണ്ടിയിട്ടല്ല, പത്രത്തിൽ പേര് വരാൻ വേണ്ടിയിട്ടല്ല, ഫോട്ടോ വരാൻ വേണ്ടിയിട്ടല്ല,
അതിനുവേണ്ടി ഒരുങ്ങിയിട്ടൊന്നുമല്ല, അല്ലേ? അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഇങ്ങോട്ട് അവാർഡ് മേടിക്കുന്നതിനല്ല. നമ്മൾ ചെലവഴിക്കുന്നത് അള്ളാൻ്റെ പൊരുത്തം കിട്ടാനാണ്. അതിന് ഏറ്റവും വേണ്ടത് 2 കാര്യം ഇവിടെ പറഞ്ഞു. ഒന്ന്, അള്ളാൻ്റെ തൃപ്തി ആഗ്രഹിക്കുക. 2, മനസ്സറിഞ്ഞിട്ട് എന്ത് ചെയ്യുക? കൊടുക്കുക. നമ്മൾ മനസ്സറിഞ്ഞിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? കൊടുക്കേണ്ടത്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, പിന്നെ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, അല്ലേ? ഇസ്ലാമിൻ്റെ ഒരു ഭാഗമാണത് പൂർത്തിയാക്കുന്നത്. എന്തു നിയ്യത്ത് പോലെയാ? ആൾക്കാർ കാണാനാണോ? കിട്ടും. ആൾക്കാർ കണ്ടു കിട്ടും. ആൾക്കാർ അറിയണം എന്നാണോ? അറിഞ്ഞു കിട്ടും. അല്ല, അള്ളാൻ്റെ കൂലിയാണോ? അത് കിട്ടും, അല്ലേ? സഹാബികളിൽ ഒരാൾ ചെലവഴിക്കാൻ എടുത്തു വെക്കുകയാണ് പൈസ. അത് സ്വന്തം മോൻ തന്നെ എടുത്ത് പരാതി പറഞ്ഞു റസൂലുള്ളാഹിനോട്. അപ്പോൾ റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? മോനോട് നീ എടുത്ത നിനക്കിട്ട് ബാപ്പാനോട് പറഞ്ഞു, നീ സദക്ക കൊടുക്കാൻ ഉദ്ദേശിച്ച പൈസ അല്ലേ, ആ സദക്കേൻ്റെ കൂലി ആർക്കും ഉണ്ട്? നിനക്കും ഉണ്ട്. നമ്മൾ മനസ്സറിഞ്ഞിട്ട് എന്താണോ അള്ളാഹിൻ്റെ മാർഗത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ കൂലി നമുക്ക് അള്ളാഹു ഒന്നും പാഴാക്കാതെ, അതുകൊണ്ട് തീർച്ചയായിട്ടും അള്ളാഹ് തരും എന്നൊരു വിശ്വാസത്തിൽ എനിക്ക് ഇരട്ടിക്കിരട്ടിയായി വരും എൻ്റെ രോഗങ്ങൾ. റസൂലുള്ളാഹിൻ്റെ എത്ര ഹദീസുകളിൽ വന്നില്ലേ, നിങ്ങൾ രോഗത്തെ ചികിത്സിക്കുക ബിസ് സ്വതക്ക. എന്തുകൊണ്ട്? സ്വതക്ക കൊണ്ട്. നമ്മൾക്ക് പണത്തിൻ്റെ മേഖല എത്തുമ്പോൾ നമ്മൾ ആകെ മാറിപ്പോവുകയാണ്, കിട്ടില്ല നമ്മൾക്ക്. എപ്പോഴാണ് നമ്മൾ സമ്പത്ത് കൊടുക്കേണ്ടത്? കൂലി എപ്പോഴാണ്? ടൈറ്റ് വരുമ്പോഴാണ് കൊടുക്കേണ്ടത് കൂടുതൽ? അല്ല, നല്ല സുഖം കിട്ടും എപ്പോഴാണ് കൊടുക്കേണ്ടത്? ഒക്കെ അറിയാം നമുക്കല്ലേ, എപ്പോഴാണ് നമ്മൾ കൊടുക്കൽ? നമ്മൾ സാധാരണ ഒരു കലക്ഷനോ മറ്റൊക്കെ വരുമ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഭയങ്കര ടൈറ്റ്, ഇപ്പോൾ ഒന്നുമില്ല, അല്ലേ? സുഹൃത്ത് പറയുക, സ്വതക്കയിൽ അഫ്ളൽ, നീ ദാരിദ്ര്യത്തെ പേടിക്കുന്ന ആ സമയത്ത് കൊടുക്കുന്ന സ്വതക്ക അഫ്ളൽ, നീ ആരോഗ്യമുള്ള സമയത്ത് കൊടുക്കുന്ന സ്വതക്ക അഫ്ളൽ. നീ പിശുക്കുണ്ടാകും, നിനക്ക് പൈസേനോട് അത്ര പൂതി ഉണ്ടാവും. ആ പൈസേനോട് നന്നായിട്ട് പൂതി ഉണ്ടാകുമ്പോൾ അപ്പം നീ കൊടുക്കുന്ന സ്വതക്കയാണ് അള്ളാഹ്ക്ക് എന്ത്? ഭയങ്കര ഇഷ്ടം. അള്ളാഹ് പരീക്ഷിക്കും. ഒന്നും തരാത്ത സമയം ഉണ്ടാവും, എന്നിട്ട് അള്ളാഹ് പെട്ടെന്ന് കുറച്ച് തരും, അല്ലേ? അത് ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ കഴിഞ്ഞ കാലമൊക്കെ മറന്നു പോകും. അങ്ങനെ ആകരുത്. അള്ളാഹിൻ്റെ പരീക്ഷണം ഇറങ്ങിയ ഹദീസ്, അല്ലേ? 3 വ്യക്തികളെ പരീക്ഷിക്കാൻ അള്ളാഹു മലക്കിറക്കിയത് സ്വഹീൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്. ഏതാണ് ആ വ്യക്തികൾ? വന്നത് മറന്നുപോയ 3 ആളുകളാണ്. ഒന്ന് ഒരു പാണ്ഡ്യരോഗിയായിരുന്നു, ഒന്ന് കഷണ്ടി രോഗമുള്ള ആളായിരുന്നു, ഒന്ന് അന്ധനായിരുന്നു. 3 ആളെയും പരീക്ഷിക്കാൻ അള്ളാഹു മലക്കിനെ നിയോഗിച്ചു. അങ്ങനെ ഈ പാണ്ഡ്യരോഗിയുടെ സമീപത്ത് മലക്ക് മനുഷ്യരൂപത്തിൽ വന്നു. എന്താ നിൻ്റെ പ്രയാസം ചോദിച്ചു. എനിക്ക് ഈ പാണ്ഡ്യരോഗം കൊണ്ട് ആൾക്കാരെ മുഖത്ത് നോക്കാൻ വയ്യ, ഇറങ്ങാൻ വയ്യ, ഇത് വല്ലാത്തൊരു പ്രയാസമാണ്. ഈ മലക്ക് പ്രാർത്ഥിക്കുന്നു, രോഗം മാറ്റുന്നു. ഇഷ്ടമുള്ള സമ്പത്ത് പറയാൻ വേണ്ടി പറഞ്ഞു കൊടുത്തു. ആ സമ്പത്ത് അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. വലിയൊരു ധനാഢ്യനായി മാറി. അള്ളാഹു ഈ മലക്കിനെ കഷണ്ടി രോഗക്കാരൻ്റെ അടുത്ത് പറഞ്ഞയച്ചു. കഷണ്ടിക്കാരനും പ്രശ്നം പറഞ്ഞു, അത് ശരിയാക്കി അദ്ദേഹത്തിനും സമ്പത്ത് കൊടുത്തു. അന്ധനും എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അന്ധതയാണെന്ന് പറഞ്ഞു. ആ അന്ധത മാറ്റിക്കൊടുത്തു. ഒരുപാട് സമ്പത്ത് കൊടുത്തു. ഈ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു സംഭവമാണ്. അള്ളാഹു ഇതേ മലക്കിനെ പരീക്ഷിക്കാൻ വേണ്ടി ഇനിയും ഇറക്കുകയാണ്. പാണ്ഡ്യരോഗിയുടെ സമീപത്ത് പാണ്ഡ്യരോഗിയായിട്ടാണ് വെച്ചത്, അല്ലേ? ഞാനൊരു വഴിയാത്രക്കാരനാണ്, പ്രയാസം അനുഭവിക്കുന്ന വ്യക്തിയാണ്, എനിക്ക് അപ്പോൾ എൻ്റെ അടുത്ത് ഒന്നും ഇല്ല എന്നൊക്കെ രീതിയിൽ സാധാരണ നമ്മളൊക്കെ പറയുന്ന പോലെ എന്ന് ഞാൻ പറയുന്നില്ല, സാധാരണ ആൾക്കാരൊക്കെ പറയുന്ന പോലെ എന്ത് ചെയ്തു, ഈ വ്യക്തിയും പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഈ മലക്ക് ചോദിച്ചു, ഞാൻ നിന്നെ ഓർക്കുകയാണ്, നിനക്ക് ഇതുപോലെ ഒരു പാണ്ഡ്യരോഗമൊക്കെ ഉള്ളതുപോലെ. ഞാൻ ജന്മന നല്ല സുന്ദരനാണെന്നൊക്കെ പറയാണ്. പിന്നെ നീ ദരിദ്രനാണ്, ഞാൻ ദരിദ്രനാണ്, ഇതൊക്കെ എൻ്റെ അനന്തര സ്വത്തായിട്ട് ഞാൻ തലമുറകളായിട്ട് ഇങ്ങനെ കൈമാറി വന്ന സ്വത്താണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്, കളവാണെങ്കിൽ പഴയതുപോലെ ആക്കപ്പെടുകയാണ്. പണ്ടത്തത് മറന്നു, കിബിർ വന്നു. 2ാമത്തെ കഷണ്ടി രോഗക്കാരൻ്റെ അടുത്തും അതേ അവസ്ഥയിൽ പോയി. അതേ അവസ്ഥയിൽ പോയി. വഴിയാത്രക്കാരനാണ്, പണം ആവശ്യമുണ്ടെന്ന് ചോദിച്ചു, കൊടുത്തില്ല, ടൈറ്റ് പറഞ്ഞു. നമ്മളെ പോലെ തന്നെ, അല്ലെങ്കിൽ ആൾക്കാർ പറയുന്ന പോലെ തന്നെ ആ കാര്യങ്ങൾ പറഞ്ഞു. പണ്ട് നിനക്കും ഇതുപോലെ രോഗമുണ്ട് ഞാൻ ഓർക്കുകയാണ്. ഇല്ല, കളവ് അദ്ദേഹം പറഞ്ഞു. ആ വ്യക്തിയും കളവ് പറഞ്ഞപ്പോൾ പഴയ അവസ്ഥയിലേക്ക് തന്നെ മാറാണ്. പ്രാർത്ഥിക്കുകയാണ്, നീ പറയുന്നത് ഈ നിലക്കാണെങ്കിൽ പഴയത് തന്നെ ആകട്ടെ. അന്ധനായ വ്യക്തിയുടെ സമീപത്തേക്കും പോയി. അപ്പോഴാണ് ചോദിക്കുമ്പോൾ, ഇഷ്ടമുള്ളത് നീ എടുത്തോ, ഈ മുടലിൽ നിന്ന് ഇഷ്ടമുള്ളത് നീ എടുത്തോ, കാരണം
ഞാനും ഇതുപോലെ അന്ധത അനുഭവിച്ചൊരു വ്യക്തിയാണ്, ഇതിൻ്റെ പ്രയാസം എനിക്കറിയാം എന്ന് ആ അന്ധനായ വ്യക്തി പറഞ്ഞപ്പോഴാണ് ഇല്ല, അള്ളാഹു നിയോഗിച്ച മലക്കാണ് പരീക്ഷ, നിങ്ങളുടെ 2 കൂട്ടുകാർ ഇതിൽ പരാജയപ്പെട്ടു എന്ന് പോകുന്നു. ഇതെന്തിനാ റസൂലുള്ളാഹി പറഞ്ഞതെന്നറിയാം? സുഹൈൽ ബുഖാരി ഹദീസ് കാണാം. നമുക്കുള്ളൊരവസ്ഥയാണ്, പ്രത്യേകിച്ച് ഗൾഫുകാർക്ക് അല്ലേ. അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടാകില്ല, ഇവിടുന്ന് ഉണ്ടാക്കിയിട്ടുണ്ടാകും. പക്ഷേ നമ്മളൊരിക്കലും ഒരു അൽഹംദുലില്ലാ സുഖാണ് നമ്മൾ പറയുന്ന ശീലം മലയാളിക്ക് ഇല്ലാതെ നമ്മൾ പൊതുവെ നമ്മളെ പറ്റി പറയലുണ്ട്. അങ്ങനെയില്ല. അള്ള തന്ന നിഅമത്ത് ഓർത്തിട്ട് നമ്മൾ എത്ര കൊടുക്കുന്നു അള്ള ഇങ്ങനെ ചെയ്യുക, അള്ള ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. ആ ആയത്തുകൾ നമ്മൾക്ക് ഓർമ്മ വേണം. ഇല്ലേ, ഇൻ ശക്കർത്തും ല അസീദന്നക്കും, നിങ്ങൾ നന്ദി കാണിച്ചാൽ നന്ദിക്ക് വർദ്ധിപ്പിച്ചു തരും. എന്താ ഈ പരീക്ഷണമൊക്കെ? ഇവിടെയൊക്കെ അനുഭവിക്കുന്ന പരീക്ഷണങ്ങളുണ്ടല്ലോ, വെറും ഒരു രാജ്യം ഉണ്ടാക്കുന്ന നിയമമൊന്നുമല്ല. അള്ളാഹു നമുക്കിതിന് പരീക്ഷണ. നന്ദി കാണിച്ചോ വർദ്ധിപ്പിക്കും, ഇല്ലേ പോവും. നിങ്ങൾ അള്ളാഹനെ എങ്ങനെയാണോ നമ്മൾ ഓർക്കുന്നത് അതിനനുസരിച്ച് അള്ളാഹ് ഇങ്ങോട്ടും. അള്ളാഹനെ വേണ്ടേ? ദാരിദ്ര്യം വരുമ്പോൾ ഇങ്ങനെ ദുആ ചെയ്യും, കിട്ടിയാൽ ഒന്നും ചെയ്യയില്ല. എങ്ങനെയല്ല, അള്ളാഹൻ്റെ മാർഗത്തിൽ നന്നായി കൊടുക്കുക. പണം അത് ഈ സമയത്ത്, ആരോഗ്യമുള്ള സമയത്തും നമ്മൾക്ക് ഈ ചലനശക്തിയുള്ള സമയത്തും മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. കിടന്ന് വീണുപോയാൽ ഈ പണം ഫമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ, വീണുപോയാൽ പിന്നെ പണം കൊണ്ടൊരു ഉപകാരം ഉണ്ടാകൂല. ക്യാൻസറൊക്കെ വന്ന്, വലിയൊരു പണക്കാരനായിരിക്കും, ക്യാൻസറൊക്കെ വന്ന് അതിങ്ങനെ കറണ്ട് വെച്ച് തീർന്നിങ്ങനെ പോകും. നീ എത്ര വലിയ പണക്കാരനാണെങ്കിലും ഒരു ഉപകാരവും ഉണ്ടാകില്ല. ഒരു ഹോസ്പിറ്റലിൽ അവസാനം പറയും, നിൻ്റെ നാട്ടിൽ നിന്ന് തൊട്ടപ്പുറത്ത് ഓരോ ചികിത്സയിലും നിൻ്റെ ബോഡി ഇങ്ങനെ മെലിഞ്ഞ് എല്ലോട് ചേരുകയാണ്. അവസാനം പറയും, ഡോക്ടർമാർ പറയും ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയിക്കോ വീട്ടിൽ, ഒന്നും ചെയ്യാനില്ല, കയ്യിൽ മില്യൺ കണക്കിനുണ്ട്, ഉപകാരമുണ്ടോ? ഒരു ഉപകാരവും ഉണ്ടാകില്ല. അന്ന് നമ്മൾ പറഞ്ഞു പോകും ഇവർക്കൊന്നൊക്കെ. അന്ന് നമ്മളെ സ്വത്ത് ഓഹരി വെച്ച് കഴിഞ്ഞിട്ടുണ്ടാകും അവിടെ അല്ലേ. അതാണ് നമ്മൾ വിട്ടേച്ച് പോകുന്ന സ്വർണം, നമ്മൾ ബാക്കിയാക്കുന്ന പണം, നമ്മുടെ അക്കൗണ്ടിലെ പണം, ഇതൊക്കെ നമ്മൾ സാധുക്കൾക്കും അതുപോലെ തന്നെ ദീനീ രംഗത്തേക്കും രോഗികൾക്കും പ്രയാസം അനുഭവിക്കുന്നവർക്കൊന്നും കൊടുക്കാതെ ഒക്കെ എനിക്ക് സുഖിക്കണം എന്ന് പറഞ്ഞ് കെട്ടിവെച്ച പണമല്ലേ, നിനക്കത് കഴിയൂല. നേരെ മറിച്ച് ഉള്ള സമയത്ത് നമ്മൾ അന്വേഷിച്ചിട്ട് കണ്ടെത്തിയിട്ട് ഫുൾ കൊടുക്കണം എന്നല്ല, കഴിയുന്നത്ര കൊടുത്താൽ നിൻ്റെ പണം അള്ള കുറക്കൂല, നിൻ്റെ പ്രയാസങ്ങളല്ല മാറ്റിത്തരും. പരലോകത്ത് നിനക്ക് ഇരട്ടിയായിട്ടല്ല മാറ്റി വെച്ചിട്ടുണ്ടാവും. പക്ഷേ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, ഇത് കൊടുക്കാത്ത ആൾക്കാരെ പറ്റിയല്ല ഈ ആയത്തുകളൊക്കെ ആരെ പറ്റിയാണ് പറയുന്നത്? കൊടുക്കുന്നവർക്ക് ഉണ്ടാകുന്ന 2 ചിന്ത. ഇനി മുതൽ ഇതുവരെയുള്ളത് നമ്മുടെ സ്വതക്കയൊക്കെ അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. ഒന്ന്, അള്ളാഹിൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചാൽ മതി. ഞാൻ കൊടുക്കുന്നത് പടച്ചോൻ്റെ പൊരുത്തത്തിന്, അതിനാരഭിപ്രായം ചോദിക്കേണ്ട. കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതുപോലെ റെസീറ്റ് കുറ്റീൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊന്നും മറിച്ച് നോക്കണ്ട, ഇയാളത്തെ ചൂഞ്ഞ് അന്വേഷിക്കണ്ട, ബക്കറ്റിൽ ഇങ്ങനെ എത്തി നോക്കണ്ട, ഇതൊന്നും വേണ്ട. നീ കണ്ടറിഞ്ഞു കൊടുത്തോ. 2, മനസ്സെന്ന് ഉറപ്പിച്ചിട്ട് അല്ലേ, ഇയാൾക്കും വേണ്ടി കൊടുത്തിട്ട് കാര്യമില്ല. ആൾക്കാർ പിരിവ് വാങ്ങാൻ പല കോലത്തിലും വരും, വെള്ളക്കുപ്പായിട്ട് വരും, വലിയ കാറിൻ്റെ അകത്ത് വരും, പല മോഡലും വരും. അത് അവരെ പിരിവിൻ്റെ രീതിയാണ്. നീ കൊടുക്കുന്ന എങ്ങനെയായിരിക്കണം? നീ നിൻ്റെ മനസ്സൊന്ന് ഉറപ്പിച്ചിട്ട് ഇതെനിക്ക് പഠിച്ചവൻ്റെ അടുത്ത് വാങ്ങും. ഇവർ നിന്നെ കുഞ്ഞാപ്പൊക്കെ വന്നാലും ഞാൻ കുഞ്ഞാപ്പോ നായിട്ടിൽ ഞാൻ അള്ളാൻ്റെ അടുത്ത് വാങ്ങുന്നുണ്ട് എന്ന നിലക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൊടുക്കേണ്ടത്. ആ നിലക്കാണ് നമ്മൾ പ്രത്യേകിച്ച് എന്ത് ചെയ്യേണ്ടത്? മനസ്സിലാക്കണം. അപ്പോൾ നമ്മളൊന്നും നോക്കൂല, ഈ ഞാൻ 100 കൊടുത്താൽ ഇയാൾക്ക് ഇത്ര കമ്മീഷൻ കിട്ടും, ഒരിക്കൽ ഇത്ര കിട്ടും, ഇതൊക്കെ ആൾക്കാർ അന്വേഷിക്കും. കൊടുക്കാതിരിക്കാൻ പല വഴിയും അല്ലേ, പലതും നമ്മൾ ചോദിക്കും. അതൊന്നും വേണ്ട, അവൻ എന്ത് എടുക്കാതിരിക്കട്ടെ. നീ അള്ളാൻ്റെ മാർഗത്തിൽ കൊടുത്താൽ അത് പഠിച്ചോലത്ത് നിനക്ക് കിട്ടും, നിനക്ക് സമാധാന. ഇല്ലെങ്കിൽ എപ്പോഴും നിനക്ക് ടെൻഷനായിരിക്കും. നമ്മൾ കേട്ടിട്ടുണ്ടാവും 100 കൊടുത്താൽ 40 വരിക്കുക, 100 കൊടുത്താൽ 50 വരിക്കുക. അപ്പോൾ കൊടുത്താൽ ഇവനക്ക് ശ്വാസം മുട്ടുകയും ചെയ്യും. ചിന്തിക്കണ്ട അല്ലേ, നമ്മൾ അള്ളാഹിൻ്റെ അടുത്ത് കൂലി ആഗ്രഹിച്ചാൽ മതി, അത്രേ വേണ്ടൂ. ഇതാണ് ഈ ആയത്തിലെ വിഷയം. അങ്ങനെ കൊടുത്താൽ ഏതുപോലെയാണ് ഉയർന്ന പ്രദേശത്ത് നല്ല അതുപോലെ തന്നെ മേട് പ്രദേശത്തുള്ള ഒരു കൃഷിക്ക് നല്ലൊരു മഴ കിട്ടിയാൽ ഇരട്ടിക്കിരട്ടി കായ്കനികൾ തരുന്നത് പോലെ നിനക്ക് ഈ കൊടുത്ത സ്വതക്കേനെ കൊണ്ട് പരലോകത്ത് അത്ര നിനക്ക് കിട്ടും. അള്ളാഹു നൽകുമാറാകട്ടെ. ഇനി അതൊന്നും വേണ്ട, ഒരു ചാറൽ മഴ കിട്ടിയാൽ കിട്ടില്ലേ, അതുപോലെ നീയത്ത് ചെറുതാണോ അത്ര കിട്ടും, നല്ല നീയത്താണോ ഇരട്ടി കിട്ടും അല്ലേ. ഇനി ഓരി കാണാൻ വേണ്ടിയിട്ടാണോ അത് മാത്രമേ കിട്ടൂ. ഇതാണ് അള്ളാഹ് പറഞ്ഞത്, വല്ലാഹു ബിമാ തഅമലൂന ബസീർ. അള്ളാഹ് നിങ്ങൾ ചെയ്യുന്നതൊക്കെ അള്ളാഹ് കണ്ടറിയുന്നുണ്ട്, എല്ലാം അള്ളാഹു കണ്ടറിയുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ ആയത്തിൽ എന്തുണ്ടോ? സദക്ക കൊടുക്കുന്ന വിഷയമുണ്ടോ? ഒന്നും ഇല്ലാത്തത്?
ഇല്ലല്ലോ അല്ലേ? ഇനി അടുത്ത് അയവദ്ദു അഹദുക്കും, അള്ള ചോദിക്കുക, നിങ്ങളിൽ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും മോഹിക്കുന്നുണ്ടോ, അൻ തക്കൂന ലഹു ജന്ന, അയാൾക്കൊരു തോട്ടം ഉണ്ടാകാൻ. ഇപ്പോൾ സ്വർഗത്തിന് എന്താ അറബി പറയൽ? ജന്ന. അതിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്താണ്? തോട്ടം അല്ലേ? നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾക്കൊരു തോട്ടം ഉണ്ടാകാൻ? എങ്ങനത്തെ തോട്ടം? മിൻ നഖീൽ. നഖീൽ സൗദി അറേബ്യ എല്ലാവർക്കും അറിയേണ്ടതാ, പറ. ഈത്തപ്പൻ അല്ലേ? ഒരു ഈത്തപ്പനത്തോട്ടം നിങ്ങൾക്ക് ഉണ്ടാകാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? വ അഅനാബിൻ, മുന്തിരികളും മുന്തിരിത്തോട്ടങ്ങളും, തജിരി, ഒഴുകുന്നു, മിൻ തഹ്തിഹ, ആ തോട്ടത്തിൻ്റെ താഴ്ഭാഗത്ത് കൂടെ, അൽ അൻഹാർ, അരുവികൾ. കണ്ടില്ലേ? പിന്നെ അള്ളാഹുവിൻ്റെ ഖുർആനിലുള്ള ഈ വർണ്ണനകൾ തന്നെയാണ് ഇന്ന് ലോകത്ത് ഏത് പിന്നെ സ്റ്റാർ ഹോട്ടലുകളോ മറ്റോ ഒക്കെ പിന്നെ ഒരു കടൽ തീരത്തും പുഴത്തീരത്തും കായൽ തീരത്തും ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഭംഗിയാണ്. സ്വർഗത്തെപ്പറ്റി അള്ളാഹ് വർണ്ണിക്കുന്നതൊക്കെ ആ നിലക്ക് തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾക്കൊരു ഈത്തപ്പനത്തോട്ടം അല്ലെങ്കിൽ ഒരു മുന്തിരിത്തോട്ടം, അതിൻ്റെ താഴ്ഭാഗത്ത് കൂടി ഇങ്ങനെ അരുവികൾ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ലഹു അവനുണ്ട്, ഫിഹ അതിൽ ആ തോട്ടത്തിലുണ്ട്, മിൻ കുല്ലി സമറാത്ത് എല്ലാവിധ ഫലവർഗ്ഗങ്ങളും, എല്ലാ ഫ്രൂട്ട്സും എല്ലാ പഴവർഗ്ഗങ്ങളും അതിൽ ആ വ്യക്തിക്കുണ്ട്. എന്നാൽ അസ്വാബഹു അങ്ങനത്തെ ഒരു തോട്ടം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോയെന്നല്ല ചോദിച്ചത്. ഇനി ആ തോട്ടത്തിനെ പറ്റി പറയാണ്. എന്താ സംഭവിക്കാൻ പോകുന്നത്? അസ്വാബഹുൽ കിബർ, ഈ വ്യക്തിക്ക് വാർദ്ധക്യം ബാധിച്ചു. വലഹു അവനുണ്ട് താനും ദുർരിയത്തുൻ ദുഅഫ, ദുർബലരായ മക്കൾ. ഈ തോട്ടത്തിനുടമക്ക് പ്രായമായി, ദുർബലരായ മക്കൾ ഈ വ്യക്തിക്കുണ്ട്. അങ്ങനെ അസ്വാബഹ ഇഅ്സാർ, ആ തോട്ടത്തിൽ വലിയൊരു ചുഴലിക്കാറ്റ് ബാധിച്ചു. ഫീഹി നാറുൻ, തീയുള്ള ചുഴലിക്കാറ്റ്, തീക്കാറ്റ് ബാധിച്ചു. ഫഹ്തറഖത്, തോട്ടം കരിഞ്ഞുപോയി. അള്ളാഹ് ഒരു ഉദാഹരണം പറഞ്ഞതാ. നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾക്ക് നല്ല അരുവികളുടെ സമീപത്ത് മുകളിൽ ഒരു തോട്ടങ്ങളുണ്ടായി, മുന്തിരിയുടെ ഈത്തപ്പനയുടെ തോട്ടം, ഭംഗിയുള്ള തോട്ടം, ഇഷ്ടം പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങൾക്ക് പ്രായം ബാധിച്ചു, മക്കളാകട്ടെ ദുർബലരാണ്, ഇനി ആവശ്യക്കാരാണ്. നിങ്ങൾ മരണശേഷം ആർക്ക് ആവശ്യമുണ്ട്? ഇതൊക്കെ മക്കൾക്ക് ആവശ്യമുണ്ട്. പക്ഷേ ഒരു തീക്കാറ്റ് കൊണ്ട് തോട്ടം മുഴുവനും കരിഞ്ഞുപോയി. അങ്ങനെ ഒരു തോട്ടം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് അള്ളാഹ് ചോദിക്കുന്നു. ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? അള്ളാഹ് ചോദിക്കുകയാണ്, ഇഷ്ടപ്പെടുന്നുണ്ടോ? ആരെയും ഇഷ്ടപ്പെടുവോ? ഇല്ല. ഇത് ഇതെന്തിനാണ് അള്ളാഹ് ധനം സമ്പാദിക്കുന്നതും ധനം ചെലവഴിക്കുന്ന ഭാഗത്തല്ല എന്തിനാ ഇത് പറഞ്ഞതെന്നറിയോ? കദാലിക, അപ്രകാരം, യുബയ്യിനുള്ള അള്ളാഹ് വിവരിക്കുന്നു, ലക്കുമുൽ ആയാത്ത് അവൻ്റെ നിങ്ങൾക്ക് അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ, ലഅല്ലക്കും തതഫക്കറൂ നിങ്ങളെ ചിന്തിക്കാൻ. എന്നാൽ നിങ്ങൾ ചെയ്യുന്ന പണി പലപ്പോഴും ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ല, ആർക്കും ഇത് ഇഷ്ടമില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന പണി ഇതാ. അള്ളാഹ് പറയുക, വലിയൊരു തോട്ടം നിങ്ങൾക്ക് ഉണ്ടായിട്ട് അത് കരിഞ്ഞു പോയതുപോലെയാണ് മനുഷ്യ അതിൻ്റെ പ്രവർത്തനം. ഉമർ റളിയല്ലാഹു അൻഹു ഒരു സദസ്സിൽ വെച്ച് ഇതിങ്ങനെ ചോദിച്ചു, ഈ ആയത്ത് ഓതിയിട്ട് ആർക്കാണ് ഇതിൻ്റെ അർത്ഥം അറിയുന്നത്, ആർക്കാണ് ഇതിൻ്റെ അള്ളാഹു പറഞ്ഞ ഉദാഹരണം മനസ്സിലാകുന്നതെന്ന് ചോദിച്ചു. എല്ലാ സഹാബികളും പലരും പറഞ്ഞു അള്ളാഹ്ക്കറിയാം, അറിയാമെന്നും പറയാതെ അറിയില്ല എന്നും പറയാതെ അള്ളാഹിനെ അറിയാമെന്ന് പറഞ്ഞു. ഉമറിന് ദേഷ്യം പിടിച്ചു. അപ്പം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ പിന്നെ ഈ ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? അള്ളാഹ് ഈ ആയത്ത് പറഞ്ഞപ്പോൾ തെറ്റിക്കോട്ടെ ശരിയായിക്കോട്ടെ പറഞ്ഞോ. കുട്ടിയൊക്കെ വേണ്ടി എടുത്ത് വെക്കണം എന്നുള്ളത് ഒന്ന്. പിന്നെ ഒന്ന് പറഞ്ഞോ ഡോക്ടറെ. ഇല്ലാതായി പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒക്കെ അടുത്തെത്തുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. യെസ്, മാഷാ അല്ലാഹ്. എല്ലാ മാഷാ അല്ലാഹ് അടുത്ത് തന്നെയാണ് അല്ലേ? ഉദാഹരണം പറഞ്ഞത് നല്ല തോട്ടമുണ്ട്, എല്ലാ ഫലവർഗ്ഗങ്ങളും നമുക്ക് കിട്ടുന്നുമുണ്ട്. ഇയാൾക്ക് വാർദ്ധക്യം ബാധിച്ച് മക്കളാകട്ടെ ദുർബലരാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് എന്താ, ഒറ്റയടിക്ക് കത്തിക്കരിഞ്ഞു പോയി. നിങ്ങൾ പറഞ്ഞ പോലെ കത്തിക്കരിഞ്ഞു പോയി. ഇബ്നു അബ്ബാസ് പറഞ്ഞ ഉദാഹരണമാണിത്. ഒരുപാട് അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിച്ച നല്ല മനുഷ്യർ, പക്ഷെ ജീവിതത്തിൽ അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്ത കുറേ തെറ്റുകൾ ഇയാൾ ചെയ്തപ്പോൾ ഇത് മുഴുവനും അള്ളാഹ് എന്ത് ചെയ്ത് കളഞ്ഞു? കരിച്ചു കളഞ്ഞു. എല്ലാം കരിച്ചു കളഞ്ഞു. നന്മക്ക് എന്തോ കുറവുണ്ടോ? ഇല്ല, ഒന്നും കുറവില്ല. റസൂലുള്ളാഹിന്റെ ഒരൊറ്റ ഹദീസ് അല്ലേ, ഞാൻ നിങ്ങൾക്കൊരു
കൗമിനെ പരിചയപ്പെടുത്താം. ആ കൗമ് ഖിയാമത്ത് നാളിൽ ഇങ്ങനെ വരും. മഅഹും അഅ്മാലു ഹസനാത്തിൻ മിസാലി ജിബാലി തിഹാമ. തിഹാമ, പിന്നെ വേറെ ഹദീസ് തുഹാമ എന്നും പറയപ്പെടുന്നുണ്ട്. തുഹാമ പർവ്വതത്തോളം നന്മയുമായിട്ട് പരലോകത്ത് ഒരു വിഭാഗം വരും. അവർ നന്മ എത്ര കണക്കിനുണ്ട്? പർവ്വതക്കണക്കിന് നന്മയായിട്ടാണ് വരുന്നത്. പക്ഷെ പടച്ചവൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ വെണ്ണീര് പോലെ അള്ളാഹ് നശിപ്പിച്ചാലും പാറ്റിക്കളയും. സഹാബികൾ ചോദിച്ചു, എന്താ റസൂലേ ഇത്? പർവ്വതക്കണക്കിന് നന്മ ചെയ്തിട്ട് പരലോകത്ത് വന്നിട്ട് ഇവരെ മുഴുവൻ നന്മ അള്ളാഹ് നശിപ്പിക്കാൻ കാരണം എന്താ? അപ്പോൾ അവർ പറയാണ്, റസൂലുള്ളാഹി പറയാണ്, അവർ യുസല്ലൂന കമാ തുസല്ലൂൻ. സഹാബികളെ, നിങ്ങൾ നിസ്കരിച്ച പോലെ അവർ നിസ്കരിക്കും. യസൂമൂന കമാ തസൂമൂൻ, നിങ്ങൾ നോമ്പെടുത്ത പോലെ അവർ നോമ്പെടുക്കും. ആരെപ്പോലെ? സഹാബികളെപ്പോലത്തെ നിസ്കാരം, അത്ര ഇഖ്ലാസാ. സഹാബികളെപ്പോലെ നോമ്പ് അല്ലേ. വയതസദ്ദഖൂൻ, അവർ ദാനം ചെയ്യും. അതുപോലെ തന്നെ രാത്രി തഹജ്ജുദൊക്കെ നിസ്കരിക്കും. ഹദീസ് പറയുക ഒക്കെ ചെയ്യും. പക്ഷേ ഇത് അറള അലൈഹിമുൽ മഹാരിം, അവർ ഒറ്റയ്ക്കിരിക്കുന്ന നേരത്ത് ഒരു ഹറാമ് ചെയ്യാൻ അവസരം കിട്ടിയാൽ വസബു ഇലി, അതിലേക്ക് അവരെന്ത് ചെയ്യും? ചാടി വീഴും. തക്കം കിട്ടിയ ഹറാമ് ചെയ്യുന്ന ആൾക്കാർ ഒറ്റയ്ക്ക് പകൽ നമ്മൾ പറയില്ലേ, അതാണത്. സംഘടനകളോട്ടത് ചാരിറ്റി പ്രവർത്തനത്തിനും അങ്ങോട്ട് ഓടുന്നത് ഇങ്ങോട്ട് ഓടുന്നത് എല്ലാത്തിനും ഇവരായിരിക്കും. എല്ലാത്തിനും ഇവരുണ്ടാവും. എല്ലാ രോഗിനെ സഹായിക്കുന്നതിൽ, നാട്ടിൽ കയറ്റിവിടുന്നതിൽ, അങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൽ എല്ലാവർക്കും ഇയാൾ മാന്യനാണ്, നല്ല വ്യക്തിയാണ്, എല്ലാം ഉഷാറാണ്. പക്ഷേ ഇയാൾ സ്വകാര്യതയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇയാൾ ഹറാമ് കാണും, ഹറാമ് കേൾക്കും, ഹറാമ് പറയും, ഹറാമ് ചെയ്യും. ഇത് അള്ളാഹു ഇവർക്ക് ചെയ്യുന്ന പണി എന്താ? ആ ചെയ്യുന്ന തെറ്റിന് ശിക്ഷ എന്നല്ല, ഇവൻ ചെയ്ത സകല നന്മകളെയും അള്ളാഹു എന്ത് ചെയ്യും? നശിപ്പിച്ച് കളയും. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതും. ഒരുപാട് ചെലവഴിച്ചു, രക്ഷയില്ല എന്ന് മനസ്സിലായില്ലേ? ചെലവഴിച്ചാൽ പോരാ, നന്മ ചെയ്താൽ പോരാ, ചെയ്ത നന്മ പിടിച്ചു വെക്കാനുള്ള കപ്പാസിറ്റി ആയിരിക്കും വേണം നമുക്കുണ്ടായിരിക്കണം. നമ്മളിപ്പോഴത്തൊക്കെ പിന്നെ എല്ലാവരും ഇരിക്കുന്ന സദസ്സുണ്ട്, പൊതുപ്രവർത്തകരൊക്കെ ഇരിക്കുന്ന സദസ്സുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മളാണ് ചാരിറ്റി സംഘടന, രാഷ്ട്രീയ സംഘടന ഒക്കെ എല്ലാവരും മുസ്ലിങ്ങളുടെ പേര് പറഞ്ഞിട്ടും അല്ലാത്ത പേരുണ്ടൊക്കെ ഒരുപാട് സംഘടനയുണ്ട്. നോമ്പിന് അല്ലേ നോമ്പിൻ്റെ ക്ലാസ്, 4 മൊയ്ലാമാരെ വെച്ചിട്ട് 4 ആഴ്ച ക്ലാസ്. മുജാഹിദിന് തർക്കം വേണ്ട, സുന്നിക്ക് പ്രശ്നം വേണ്ട, ജമാഅത്തിന് പ്രശ്നം വേണ്ട, ആർക്കും 4 ക്ലാസ്. ഈ ക്ലാസ് കഴിഞ്ഞ് 4ാമത്തെ ക്ലാസ് കഴിഞ്ഞുള്ള മീറ്റിംഗ് എന്താണ്? പെരുന്നാൾക്ക് നാട്ടിൽ നിന്ന് ഏത് സിനിമാ നടനെ കൊണ്ടുവരണം, അതിൻ്റെ ചർച്ച അല്ലേ. അതുവരെ ഖുർആൻ മത്സരം, ഇഫ്ള് മത്സരം, പ്രസംഗ മത്സരം, ആ മത്സരം പെരുന്നാളിന് അതോടുകൂടി കഴിഞ്ഞ്. പിന്നെ വേറെ ടീമിനാണ് വരിക. ഈ നോമ്പിനൊരു 30 എടുത്തു വെച്ചത് ഇതോടുകൂടി കഴിച്ചു. ഇതുപോലെ മതസംഘടന ആയിക്കോട്ടെ, രാഷ്ട്രീയ ആയിക്കോട്ടെ, നമ്മളെ കുടുംബക്കാരായിക്കോട്ടെ, ആരായിക്കോട്ടെ അല്ലേ, ഇസ്ലാഹി സെൻറ്ററിൽ ഇതാ എല്ലാവരും ഖുർആൻ ക്ലാസ്സിന് വരുന്നു അല്ലേ. ചിലപ്പോൾ അറിയില്ല, പരിപാടി ഉണ്ടാകും, ക്ലാസ് കഴിഞ്ഞിട്ട് നീ അവിടെ എത്ത്, ഞാൻ ഇവിടെ എത്താം അല്ലേ. എന്തിനാണത്? എന്താണോ നേടിയത് മുഴുവൻ ബാത്തിലേക്ക് കളയാൻ. ഇങ്ങനെ നമ്മൾ ഒരിക്കലും ഉണ്ടാകരുത് അല്ലേ. ഒരുപാട് സഹാബികളെപ്പോലെ നിസ്കരിച്ചിട്ടും നോമ്പെടുത്തിട്ടും ദാനം ചെയ്തിട്ടും തഹജ്ജുദ് പോലെ നിസ്കരിച്ചിട്ടും ജീവിതത്തിൻ്റെ വേറൊരു സമയത്ത് അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്തത് ചെയ്തപ്പോൾ അള്ളാഹ് ഈ ചെയ്ത നന്മ കൂടി അള്ളാഹ്ക്ക് ഇവനെ വേണ്ട. ഇങ്ങനത്തെ ആൾക്കാർ അള്ളാഹ്ക്ക് വേണ്ട. ഒരു സമയത്ത് നന്നാക്കുക, വേറെ സമയത്ത് സീസൺ തക്വയോ സമയ തക്വയോ ഒന്നും അള്ളാഹ്ക്ക് വേണ്ട. റമളാനിന് മാത്രമേ നന്നാകല്, ചൊവ്വാലണ്ട് മാറിപ്പോകൽ, മക്കത്തെത്തുമ്പോൾ നന്നാകൽ, മൊബൈലുണ്ട് സ്വിച്ച് ഓഫ് ആക്കും, ഉമ്ര കഴിഞ്ഞ് തിരിച്ച് വരും, ഉമ്ര കഴിയുന്നത് വരെ. കഴിഞ്ഞാൽ പിന്നെ പണ്ടത്തെ പോലെ തന്നെ പലിശ വാങ്ങുന്നുണ്ട്, പലിശ കൊടുക്കുന്നുണ്ട്, ചതി നടത്തുന്നുണ്ട്, ഒക്കെ ഉണ്ട് അല്ലേ. ഇതൊന്നുമല്ല അള്ളാഹ്ക്ക് വേണ്ടത്. ഇത്തിരിയാണെങ്കിലും എല്ലായ്പ്പോഴും ഒരുപോലെ നിൽക്കുന്ന ആൾക്കാരെയാണ് ആർക്ക് വേണ്ടത്? അള്ളാഹ്ക്ക് വേണ്ടത്. അല്ലാത്തതൊക്കെ അള്ളാഹ് നശിപ്പിച്ച് കളയും. അള്ളാഹു തആല നമുക്ക് കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇത് വല്ലാതെ നമുക്ക് പേടിക്കേണ്ട ഒരു ആയത്താണിത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതാ പറഞ്ഞത്. ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിന് മടി തോന്നി. പക്ഷെ ഉമർ പറഞ്ഞു പറ. ആദ്യം ആരും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഉമറിന് ദേഷ്യം പിടിച്ചു. പലപ്പോഴും ഇബ്നു അബ്ബാസാണ് ഈ നിലക്ക് പറയാറുള്ളതും. ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഈ ആയത്തിൻ്റെ ഉദ്ദേശം ഇന്നതാണ്. ജീവിതത്തിൽ ഒരുപാട് പഠിച്ചോനിക്ക് വേണ്ടി ചിലവഴിച്ചിട്ട് എന്ത് കാര്യമാണ് ഇപ്പുറത്തത് അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്ത ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ മൂന്നാമത്തെ ഒരു കക്ഷി തീരുമാനിക്കുമോ, ഇതൊക്കെ എനിക്കുള്ളതുകൊണ്ട് ചിലവഴിക്ക് നട നിർത്തിയേക്കാണ്, ഒരു കാര്യമില്ലല്ലോ എന്നല്ല ചിന്തിക്കേണ്ടത്. എന്താ ചിന്തിക്കേണ്ടത്? എൻ്റെ തെറ്റുകളെ ഇൻഷാ അല്ലാഹ് ഞാൻ ഇനി കുറക്കും. ഇത് നമ്മളും കഴിഞ്ഞ ആയത്ത് പറഞ്ഞതുപോലെ നല്ല നീയത്ത് കൊടുക്കുമ്പോൾ പഠിച്ചവൻ്റെ പൊരുത്തം, മനസ്സുറപ്പ്. 2 സ്വതക്ക ബാത്തിലാക്കി കളയുന്ന ഒന്നും ഉണ്ടാകിയത്. കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാണ്. എടുത്ത് പറയാഞ്ഞാൽ ബാത്തിലായി പോകും, ഉപദ്രവിച്ചാൽ ബാത്തിലായി പോകും, ആളുകൾ കാണാൻ വേണ്ടി ചെയ്താൽ ബാത്തിലായി പോകും. ഇപ്പോൾ ഒന്നും കൂടെ പഠിച്ചു. ജീവിതത്തിൻ്റെ ഒറ്റയുള്ള സമയത്ത് തെറ്റുകൾ ചെയ്താലും എന്തായി പോകും?
ബാത്തിലായി പോകും. സംശയങ്ങൾ ചോദിക്കാം നിങ്ങൾക്ക് കേട്ടോ. അള്ളാഹ് പറയാം കദാലിക യുബയ്യിനുള്ള, അള്ളാഹ് ഇങ്ങനെ വിശദീകരിക്കുകയാണ് ലക്കും നിങ്ങൾക്കൽ ആയാത്ത്, അള്ളാഹിൻ്റെ ആയത്തുകൾ, ലഅല്ലക്കും തതഫക്കറൂൻ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട്. ഡൗട്ട് ചോദിച്ചു, അപ്പോഴാണ് നമുക്ക് കൂടുതൽ പറയാൻ പറ്റുന്നത്. ചോദിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഇൻട്രാക്റ്റീവ് ആവുക, നിങ്ങൾ ഒന്ന് ചോദിക്കുക, ഒന്നുമില്ലേ, അല്ലെങ്കിൽ അഭിപ്രായമെങ്കിലും പറയും. ഈ ആയത്തിനെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്, എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. അത്രക്കും ചിപ്പാണ് പണി. ഈ തെറ്റ് വല്ല പൊറുക്കും. ഈ തെറ്റൊക്കെ അല്ല പൊറുക്കുന്ന തെറ്റാണ്. ഇപ്പം നമ്മുടെ മനസ്സിൽ പഠിച്ചവൻ എങ്ങനെ പറ്റിപ്പോയി, ഞാനങ്ങനെയാണല്ലോ എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ ആ ചിന്തയാണ് തൗബ. തൗബ എന്ന് പറഞ്ഞാൽ എന്താണ്? പഠിച്ചവനെ പുറത്തേറെന്ന് പറയലല്ല തൗബ. തൗബ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖേദ, മനസ്സിലുണ്ടാകുന്ന ഖേദപ്രകടനമാണ് തൗബ. പിന്നെ പുറത്തേറെന്ന് പറയൽ എന്താണ്? ഇസ്തിഗ്ഫാർ. തൗബയും ഇസ്തിഗ്ഫാറും നമ്മുടെ മനസ്സിൽ ആ തൗബ ഉണ്ടാകുന്നപ്പോൾ തന്നെ നമ്മൾ തെറ്റാളത് എന്ത് ചെയ്തു തരും? പുറത്തു വരും. പഠിച്ചവനെ ഞാനൊക്കെ ഇങ്ങനെയാണല്ലോ, ഞാനൊക്കെ ഒരുപാട് ചെയ്ത്, ഒരുപാട് നന്മയൊക്കെ ചെയ്ത്, പക്ഷേ എൻ്റെ സ്വകാര്യ ജീവിതം എങ്ങനെയാണ്, എൻ്റെ കുടുംബത്തിൽ എങ്ങനെയാണ്, എൻ്റെ കൂട്ടുകെട്ടിലേക്ക് എത്തിയ 2 കൂട്ടുകെട്ടുണ്ടാവും. ഒന്ന് നല്ല ഇസ്ലാമിക് കൂട്ടുകെട്ടുണ്ടാവും, തൊട്ടപ്പുറം വേറെതും ഉണ്ടാവും അല്ലേ? എങ്ങനെയാണ്? ഇതൊക്കെ നമ്മൾ ചിന്തിച്ചാൽ മതി. ചോദിച്ചതുപോലെ അണുത്തൂക്കം നന്മ ചെയ്താൽ അള്ളാഹ് സ്വീകരിക്കും, അണുത്തൂക്കം തിന്മ ചെയ്താൽ അത് കാണും. അണുത്തൂക്കം നന്മ അള്ളാഹ് സ്വീകരിക്കണമെങ്കിൽ കുറേ ഷർത്തുണ്ട്. എല്ലാവരും നന്മ ചെയ്ത് അള്ളാഹ് സ്വീകരിക്കുമോ? ഇല്ല. നന്മ അള്ളാഹിലേക്ക് എത്തണമെങ്കിൽ മുസ്ലിം ആകണം. അതുപോലെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞതുപോലെയാകണം. അള്ളാഹിൻ്റെ പൊരുത്തം ഉദ്ദേശിക്കുകയും ചെയ്യണം. പിന്നെ കുറേ നിങ്ങൾ ഹദീസുകളൊക്കെ പഠിച്ചില്ലേ, എല്ലാ നന്മ ചെയ്തിട്ടൊന്നും കാര്യമില്ല, മറ്റവനെ പറ്റി കുറ്റം പറഞ്ഞാലും അടിച്ചാലും നോവിച്ചാലും ഒക്കെ അത് അവനിക്ക് കൊടുത്തു, ആളുകൾ കാണാൻ വേണ്ടി ചെയ്താൽ അതവർക്ക് കൊടുത്തു. ഇത് നന്മ ബാത്തിലായി പോകുന്ന കുറേ മേഖലയുണ്ട്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? നന്മ ചെയ്യാൻ പണിയില്ല. 9 മണിക്ക് ഖുർആൻ ക്ലാസ്സിന് വരുവാൻ വലിയ പണിയൊന്നുമില്ല. അത് നമ്മൾ എല്ലാവരും വരുമ്പോൾ നമ്മളും വരുന്നതേ ഉള്ളൂ. ഇതിൻ്റെ കൂലി പരലോകത്ത് കിട്ടോ ഇല്ലേ, അതിലാണെന്ത് പണി, അതിലാണ് പണിയുള്ളത്. അള്ളാഹിൻ്റെ പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ നിൻ്റെ ഈ നന്മ ഇല്ല, സ്വീകരിക്കൂല, ഈ നന്മ പറ്റില്ല, അള്ളാഹ് ഇങ്ങനെ മുടക്കും. നന്മ ചെയ്യാൻ വലിയൊരു റിസ്ക്കും ഇല്ല. അതുകൊണ്ട് ഏത് നന്മ ചെയ്താലും എന്ത് പ്രാർത്ഥന പഠിപ്പിച്ചത്? റബ്ബന തഖബ്ബൽ മിന്ന, സ്വീകരിക്കണേ അള്ളാഹ്. ചെയ്യാൻ വലിയ റമദാൻ നമ്മളൊക്കെ നോമ്പെടുത്തുണ്ടോ? നമ്മൾക്ക് ആരുടെങ്കിലും തൂക്കം കുറഞ്ഞിട്ടുണ്ടോ റമദാൻ നോമ്പെടുത്തിട്ട്? കൂടിയിട്ടുണ്ടാവും മിക്കവാറും അല്ലേ? ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നമുക്കൊന്നിനും പ്രശ്നമില്ല. പക്ഷെ എന്തിലാ പ്രശ്നം? പടച്ചവൻ്റെ ഇത് കിട്ടോ ഇല്ലേ. നമുക്ക് സന്തോഷമാണ് ഓരോരോ നന്മ ചെയ്യുമ്പോൾ, മാഷാ അല്ലാ ആ പണിയാനായിട്ട് ചെയ്തിട്ടാ, ഹോ ആ മരിച്ച മയ്യത്ത്, ആ മയ്യത്തിന് ഒരാഗ്രഹ നാട്ടിൽ കയറ്റിവിടൽ, അതിനങ്ങോട്ടോടി ഇങ്ങോട്ട് ചെയ്ത് നമുക്ക് റാഹത്താ. നമ്മൾ പറയല അങ്ങനെ, ഇവിടെ കബറടക്കാം, ഇവിടെ കബറടക്ക റാഹത്താ, പാവപ്പെട്ട ആളെ സഹായിച്ച് നമുക്ക് റാഹത്താ. പക്ഷെ മുസ്ലിങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും മുത്തഖീങ്ങൾക്കും റാഹത്തല്ല നന്മ ചെയ്താൽ ഉണ്ടാകുക, പേടിയാണ് ഉണ്ടാകുക. എന്താ പേടി? സൂറത്തുൽ മുഅ്മിനൂൻ അള്ളാഹ് പറയുന്നു, ഇത് അള്ളാഹ് സ്വീകരിക്കൂലേ എന്നുള്ള പേടിയായിരിക്കും. നമുക്കങ്ങനെയല്ല. മുഅ്മിനീങ്ങൾക്ക് പേടിയായിരിക്കും, നമുക്ക് പേടിയില്ലാത്തത് നമ്മൾ എന്താകാത്തത് കൊണ്ടാണ്. നമ്മൾ സ്വയം ചിന്തിച്ച് നോക്കിയാൽ മതി. അള്ളാഹു നമ്മെ പിന്നെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കുക തന്നെ, നന്മ ചെയ്യലല്ല പണി. ചെയ്ത നന്മക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് കൂലി ഉറപ്പിക്കലാണ് നമുക്ക് എന്തുള്ളത്? പണിയുള്ളത്. അതുകൊണ്ട് ആ നിലക്ക് നമ്മൾ ചെയ്യുക. ഇതാണ് സ്വതക്ക ബാത്തിലായി പോകുമ്പോൾ അതിനെ പറ്റിയുള്ള ഒരു ഉദാഹരണം. നമ്മൾക്കങ്ങനെ ആകരുത്. ഒരുപാട് ദാനം കൊടുത്തിട്ടും നന്മ ചെയ്തിട്ടും സമ്പാദിച്ചതൊന്നും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. അടുത്ത ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, അൻഫിഖു നിങ്ങൾ ചെലവഴിക്ക്, മിൻ ത്വയ്യിബാത്തി മാ കസബ്തും നിങ്ങൾ സമ്പാദിച്ചതിൽ നിന്ന് നല്ലതിനെ നിങ്ങൾ എന്ത് ചെയ്യ്? ചെലവഴിക്ക്. 1. 2 വമിമ്മ അഖ്റജ്നാ ലക്കും മിനൽ അർദ് നാം നിങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് മുളപ്പിച്ചതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യ്? ചെലവഴിക്കുക. 2 സമ്പത്തിനെ പറ്റി അള്ളാഹ് പറഞ്ഞു. ഒന്ന് നിങ്ങൾ സമ്പാദിച്ചത്, ഒന്ന് അള്ളാഹ് ഭൂമിയിൽ നമ്മൾക്ക് എന്ത് ചെയ്തത്? തന്നത്, അള്ളാഹ് പുറപ്പെടുവിച്ചു തന്നത് അല്ലെ? കൃഷിയാണ്, കൃഷി സമ്പത്താണ്. അതിൽ നിന്നും നിങ്ങൾ ചെലവഴിക്ക്. നിങ്ങൾ അധ്വാനിച്ച് ജോലി ചെയ്ത് കൈകൊണ്ട് മെനക്കെട്ടുണ്ടാക്കിയ അതിൽ നിന്നൊക്കെ നിങ്ങൾ ചെലവഴിക്കുക. എന്താ ചെലവഴിക്കേണ്ടത്? മിൻ ത്വയ്യിബാത്ത്. എന്താ ചെലവഴിക്കേണ്ടത്? നല്ലതാണ് ചെലവഴിക്കേണ്ടത്.
വല തയമ്മമു, നിങ്ങൾ കരുതി വെക്കരുത്, അൽ ഹബീസ, മോശപ്പെട്ടത്, വൃത്തികേട്, മിൻഹു, അതിൽ നിന്ന് തുൻഫിഖു, നിങ്ങൾ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് കേടുള്ളത് നിങ്ങൾ എന്ത് ചെയ്യരുത്, കരുതി വെക്കരുത്, മാറ്റി വെക്കരുത്. കാരണം വലസ്തും, നിങ്ങളല്ലല്ലോ, ബി ആഹിദിഹി, അതിനെ സ്വീകരിക്കുന്നത്, ഇല്ല അന്തു ഉമൂഫി, കണ്ണടച്ചിട്ടല്ലാതെ നിങ്ങളത് വാങ്ങൂലല്ലോ. കേടായ ഭക്ഷണം തന്നാൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങുമോ? കണ്ണടച്ചിട്ടല്ലേ വാങ്ങും. അപ്പണി നിങ്ങൾ അങ്ങോട്ടും എന്ത് ചെയ്യരുത്. വഅലമു, നിങ്ങൾ അറിയണേ, അന്നല്ലാഹ്, തീർച്ചയായും അള്ളാഹു, ഗനിയുൻ, ധന്യനാണ്, ഹമീദുൻ, സ്തുതിക്കർഹനുമാണ്. ഇതാണ് ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനു അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബ്തു, നിങ്ങൾ സമ്പാദിച്ചതിൽ നല്ലത് ചെലവഴിക്കണം, മോശപ്പെട്ടത് ചെലവഴിക്കരുത്. അള്ളാഹ്ക്കത് ഇഷ്ടയില്ല. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ്, അള്ളാഹ് നല്ലവനാ, ത്വയ്യിബ അള്ളാഹ്, നല്ലതല്ലാത്ത ഒന്നും അള്ളാഹു എന്ത് ചെയ്യൂല, സ്വീകരിക്കില്ല. നമ്മൾക്ക് മുമ്പ് ഈ ഇതുപോലത്തെ മറ്റൊരു വിഷയം വന്നപ്പോൾ സൂചിപ്പിച്ചതാണ്. എല്ലാ അമ്പിയാക്കൾക്കും അത് ഇതന്നെയാണ് കൊടുത്തത്. നിങ്ങൾ നല്ലത് തിന്നണേ എന്നുള്ളതും, അതുപോലെ തന്നെ പിന്നെ നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണേ. അതുപോലെ തന്നെയാണ് ചെലവഴിക്കുമ്പോൾ നല്ലത് മാത്രം എന്ത് ചെയ്യുക, ചെലവഴിക്കുക. സമ്പാദിക്കുമ്പോൾ നല്ലത് സമ്പാദിക്കുക, ചെലവഴിക്കുമ്പോൾ നല്ലത് ചെലവഴിക്കുക. നിങ്ങൾ അധ്വാനിച്ചതാകട്ടെ, അള്ളാഹു നിങ്ങൾക്ക് തന്നതാകട്ടെ. വമിമ്മ അഖ്റജ്നാ ലക്കും ഫിൽ മിനൽ അർദ്, നിങ്ങൾക്ക് അള്ളാഹു നാം ഭൂമിയിൽ നിന്ന് പുറപ്പെടുവിച്ച് തന്നതിൽ നിന്ന് നിങ്ങൾ നല്ലത് ചെലവഴിക്കുക. കഴിഞ്ഞ ക്ലാസ് ഞാൻ ഉദാഹരണം പറഞ്ഞിരുന്നു ഈ ഉപദ്രവിക്കുന്ന വിഷയത്തിൽ, അല്ലേ? വീട്ടിലത്തെ ഏറ്റവും മോശപ്പെട്ടത് ഏതോ ഡ്രസ്സൊക്കെ അപ്പുറത്തെ വീട്ടുകാർക്ക് കൊടുക്കുക, അതിനുവേണ്ടി ഒരു ചൂഷണം ചെയ്യുക. ഇതുപോലെ തന്നെ നമ്മൾ പിന്നെ അല്ലേ സൽക്കാരത്തിനൊന്നും അപ്പുറത്തും ഇപ്പുറത്തൊന്നും വീട്ടുകാരെ വിളിക്കാതെ അവസാനം ബാക്കിയായി കണ്ടാൽ അപ്പുറത്തേക്ക് എടുത്ത് കൊടുക്കുക, കേടാകാൻ നോക്കുമ്പോൾ കൊടുക്കുക. ചില വീട്ടുകാരൊക്കെ ഉണ്ട്, പണ്ടത്തെ വീട്ടുകാരൊക്കെ പറയുന്ന കേൾക്കാറുണ്ട്, ചില വല്യമ്മമാരൊക്കെ ഉണ്ട് ഇല്ലേ, ഒക്കെ ഇങ്ങനെ പത്തായത്തിൽ ഇങ്ങനെ കൊണ്ടാച്ച് നല്ലത് ഉപയോഗിക്കാൻ ഒരിക്കലും അവർക്ക് ഭാഗ്യം കിട്ടൂല. അതിവിടെ കൊണ്ടാച്ച് പഴയ ഡേറ്റ് കഴിഞ്ഞായിരിക്കും ഇപ്പുറത്ത് ഉപയോഗിക്കുന്നുണ്ടാകുക, അല്ലേ? ഇങ്ങനെ ഇത് ചിലവഴിക്കുക, ഇത് ചിലവാക്കാൻ വേണ്ടി ചെയ്യുക. ഇവിടെ തന്നെ ഡേറ്റ് എക്സ്പയർ ആകാൻ നോക്കുമ്പോൾ എന്ത് ചെയ്യുക, അത് ആൾക്കാരെ പിടിപ്പിക്കുക. ഈ പറ്റിക്കൽ നമ്മൾ നടത്തരുത്. നിങ്ങൾ എന്ത് ചിലവഴിക്കുന്നത് നമുക്ക് മനസ്സിനൊരു മനസാക്ഷി കുത്തുണ്ടാകരുത്. ഞാൻ എടുക്കുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നത് മാത്രമേ ഞാൻ അങ്ങോട്ടും എന്ത് ചെയ്യാൻ പാടുള്ളൂ, കൊടുക്കാനും പാടുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ പഴയ ഡ്രസ്സൊന്നും ഇപ്പോൾ ഇവിടെയൊക്കെ കാണാൻ നിങ്ങൾക്ക് പഴയ ഡ്രസ്സ് സ്വീകരിക്കുന്ന ബോക്സുകളുണ്ട്. അത് നമ്മൾ കൊടുക്കേണ്ട എന്നുള്ളതല്ല കേട്ടോ, നമുക്ക് ഉപയോഗിക്കാം, നമുക്ക് കൊടുക്കാം. പക്ഷെ നമ്മൾ ഒരാൾ കുടുങ്ങിപ്പോയില്ല, അയാൾ എന്ത് പിടിപ്പിക്കുക എന്ന മനസ്സിൽ നമ്മൾ എന്ത് ചെയ്യരുത് എന്നതാണ് സൂചിപ്പിച്ചത്. കാരണം നമ്മളത് മനസ്സറിഞ്ഞിട്ട് എന്ത് ചെയ്യൂല. പിന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോ, വഅലമു അന്നല്ലാഹ ഗനിയ്യുൻ, അല്ലാഹ് ധന്യനാ. നമ്മൾ ഈ ചിലവഴിക്കുന്നത് കൊണ്ടൊന്നും അള്ളാഹ്ക്കൊന്നും കിട്ടാനൊന്നുമില്ല. നമ്മുടെ ധാരണ അതാ, ഞാനിപ്പോൾ ഒരു 10 റിയാലാണ്ട് കൊടുത്തുമ്പോഴത്തേക്ക് അള്ളാൻ്റെ പള്ളിയാണ്ട് പൊന്തിപ്പോകും. ഒന്നുമില്ല, നിൻ്റെ 10 അള്ളാഹ്ക്ക് വേണ്ട. അള്ളാഹ് നിന്നെ പരീക്ഷിക്കുന്ന മാത്രമേ ഉള്ളൂ. അള്ളാഹിൻ്റെ കോടിക്കണക്കിന് സൃഷ്ടികളിൽ ഒരു ചെറുത് മാത്രം ഒന്ന് നീ അള്ളാഹിനെ പഠിപ്പിക്കാൻ നിൽക്കുക, നീ അള്ളാഹിനോട് വലിയ പടായി പൊട്ടിക്കുക, നീ ഇസ്ലാമിന് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ആ നിലക്ക് ചെയ്യേ. നീ ചെയ്തില്ലെങ്കിൽ ഇസ്ലാം അങ്ങനെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് നീ കൂടുതൽ ഡയലോഗ് അടിച്ചിട്ടോ കൂടുതൽ അതിൻ്റെ രീതിയിൽ സംസാരിച്ചിട്ടോ ഒന്നും കാര്യമില്ല. നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് പരലോകത്ത് ഹൈർ കിട്ടണം, നീ ചിലവഴിച്ചോ. അള്ളാഹ് അത് തന്നെയാണ് പറഞ്ഞത്, അല്ലേ? നമ്മളും ആ നിലയ്ക്ക് തന്നെ എല്ലാവരോടും ചോദിക്കേണ്ടതും. പള്ളിക്ക് പിന്നെ വരുമ്പോഴോ മദ്രസയ്ക്ക് വരുമ്പോഴോ രോഗികളെ സഹായിക്കുന്ന വിഷയത്തിലാകട്ടെ, പാവപ്പെട്ടവരാകട്ടെ, എന്തോ ആകട്ടെ, നമ്മൾ ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആരെ നമ്മൾ പേടിക്കാൻ വേണ്ട. പറയാം, അല്ലേ? ഇജു പറ അല്ലേ, ഇജുക്ക് എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? അള്ളാഹു അയാൾക്ക് അള്ളാഹുവാണ് പണം കൊടുത്തത്. അയാളെ മനസ്സ് തോന്നിപ്പിക്കേണ്ടത് ആരാണ്? അള്ളയാണ്. നമ്മളോട് അള്ളാഹ് ചോദിക്കും, അല്ലേ, നീ ചോദിച്ചോന്ന്. നമ്മളൊന്നും രക്ഷപ്പെടാത്തൊരു മേഖലയുണ്ട്. നമുക്ക് വലിയ സമ്പത്തൊന്നും ഉണ്ടാവില്ല, കൊടുക്കാൻ പറ്റൂല. പക്ഷെ അള്ളാഹ് രണ്ടാമത് നമ്മളോട് ചോദിക്കും, നിൻ്റെ പൈസ ഇല്ല, പക്ഷേ നീ ആളെ കാണിച്ചു കൊടുത്താലോ നീ ചോദിച്ചാലോ കിട്ടുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു, പക്ഷെ നീ എന്തുകൊണ്ട് ചെയ്തില്ല? നമ്മൾ ചെയ്യൂല, അല്ലേ? ചില ആൾക്കാർ പറയും, ഇതാ എൻ്റെ വക ഒരു 500 റിയാൽ ഇതാ എനിക്ക് ചോദിക്കാൻ, അതൊക്കെ എനിക്ക് കഴിയൂല. പിന്നെ നിന്നെന്തിനാ പറ്റുക? ചോദിച്ചു പോകും. എപ്പോൾ? ഗതികേട് വന്നു പോയാൽ. അങ്ങനത്തെ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. ഒരു മഹല്ലിലെ സക്കാത്ത് സല്ലിലേക്ക് ഏറ്റവും കൂടുതൽ സക്കാത്ത് കൊടുത്ത ആളാണ് അടുത്ത വർഷം ആ സക്കാത്ത് സല്ലിലേക്ക് എന്തിനപേക്ഷിക്കുന്നത്? സക്കാത്തിനപേക്ഷിക്കുന്നത്. ഇല്ലേ? നമ്മുടെ നാടുകളിൽ എത്ര ആൾക്കാരുണ്ട്.
അതുകൊണ്ട് ഇന്ന് പണം കണ്ടിട്ട് ആരും അഹങ്കരിക്കൊന്നും വേണ്ട. ഇങ്ങോട്ട് അള്ളാഹു നമ്മൾക്ക് നൽകണോ, കുടുങ്ങിപ്പോകുമ്പോൾ രക്ഷപ്പെടണോ, ഉള്ള സമയത്ത് അങ്ങോട്ട് മനസ്സറിഞ്ഞു കൊടുത്തോ. കൊടുക്കാനില്ലേ അത് സംഘടിപ്പിക്കുന്നവരെ സഹായിച്ചോ. നീ റസൂലുള്ളാഹി പറഞ്ഞില്ലേ, നിനക്കൊന്നിനും പറ്റൂലേ മറ്റോനെ ഇടങ്ങാറാക്കാതിരിക്കലെങ്കിലും നിൻ്റെ എന്താണ് സ്വതക്കയാണത് അല്ലേ. കൊടുക്കുന്നവനെ മുടക്കാണ്ടിരിക്കുക. ഈ കൊടുക്കാതെ ഒരു ഭാഗത്ത് മാറിയെന്നോ ഈ മുടക്കുന്നവരുടെ പരിപാടിയാണിത്, ഈ കൊടുക്കാതിരിക്കുന്നവരുടെ പരിപാടിയാണിത്. മറ്റോ കൊടുക്കുമ്പോൾ ഇവൻ മോശമാകാതിരിക്കാൻ രണ്ടാളെയും കൂടി എനിക്ക് കിട്ടണം. അപ്പോൾ ഇതിൻ്റെ കുറ്റം പള്ളി ഒന്നും വേണ്ടടാ, തൊട്ടപ്പുറത്ത് വേറെ പള്ളി, ഇപ്പുറത്ത് പള്ളി ഉണ്ടായാലാണ് അവിടെ അടി ഉണ്ടാകുക, ഉള്ളതിൽ നിസ്കരിക്കാൻ ആളില്ല, ഇവനൊന്നിനും കയറലില്ല. എന്നിട്ടാണ് എന്ത് ചെയ്യുക, ഈ നിലക്കുള്ള വാചകങ്ങൾ പറയുക. അങ്ങനെയല്ല, മനസ്സറിഞ്ഞിട്ട് കൊടുക്കുക, ആ നിലക്ക് ചെയ്യുക. നിങ്ങൾ പേടിക്കാനായിട്ട് ഒന്നോ പിരിവൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല, ആയത്ത് ഇതായത് കൊണ്ട് ഇത് പറയാതിരിക്കാൻ രക്ഷയില്ലല്ലോ അല്ലേ. സാമ്പത്തികം എത്തുമ്പോൾ എല്ലാവരും സ്വഭാവം മാറിപ്പോൾ, ബന്ധങ്ങൾ തെറ്റിപ്പോകും അല്ലേ. ക്ലാസ്സിന് വരാതിരിക്കുക, അതൊന്നും നമ്മൾ ചെയ്യണ്ട. നമ്മളെ പ്രത്യേകിച്ച് ഗൾഫിലായതുകൊണ്ട് പറയുക, നമ്മളെ നാട്ടിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ഇത് പിന്നെ രാഷ്ട്രീയക്കാർക്ക് ഓഡിറ്റോറിയങ്ങളുണ്ടാകാം, മതസംഘടനകൾക്ക് ഓഡിറ്റോറിയങ്ങളുണ്ടാകാം. ആ സാധുക്കൾ നാട്ടിൽ നിന്ന് വരുന്നത് ഓൻ്റെ പുരയിലേക്കൊന്നല്ല, ഓൻ്റെ ജോലിയും ഓൻ്റെ സമയമൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് അയാൾ വന്നാൽ എന്തെങ്കിലും ഒന്ന് കിട്ടുന്ന പ്രതീക്ഷയിലാണ് വരുന്നത്. അപ്പോൾ നമ്മളവരെ പുച്ഛിക്കണ്ട, നമ്മൾ കളിയാക്കണ്ട, പറ്റുമെന്ന് പറയണ്ട. അള്ളാഹുവാണ് തോന്നിപ്പിക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ. അയാൾക്ക് അള്ളാഹു കണക്കാക്കിയത് കിട്ടും. സൗദിയിലേക്കായിരിക്കും അയാൾ വന്നിട്ടുണ്ടാകുക, പക്ഷേ അയാളുടെ വിധി ദുബൈയിൽ നിന്ന് എന്തോ കിട്ടാനായിരിക്കും. ഇവിടെ വന്നപ്പോൾ ഇവിടെ നിന്നൊന്നും കിട്ടിയിട്ടുണ്ടാകില്ല, ആരോ ഒരു ഐഡിയ പറഞ്ഞിട്ടുണ്ടാകും, ഇന്ന സ്ഥലത്ത് ഇന്നയാളൊന്ന് കോൾ ചെയ്ത് നോക്ക് അല്ലേ, ചിലപ്പോൾ അങ്ങോട്ട് എത്തും. ഇറങ്ങുക, ആ നിലക്ക് തന്നെയാണ്. നമ്മൾ ഇതിൻ്റെ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാലും, നമ്മൾ ആവശ്യക്കാരായാലും നമ്മളെ സഹായിക്കുന്നവരായാലും നമ്മൾ കൊടുക്കുന്നവരായാലും എല്ലാം നമ്മൾക്ക് വേണ്ടത് അള്ളാഹിൻ്റെ അടുത്തുള്ള കൂലിയാണ്. അതുകൊണ്ട് നല്ലത് തന്നെ എന്ത് ചെയ്യുക, ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ നോക്കുക. പ്രയാസമുള്ള സമയത്ത് കൊടുക്കുന്നതാണ് ഹൈറ്, പിശുക്കുള്ള സമയത്ത് കൊടുക്കുന്നതാണ് ഹൈറ്. നല്ല നീ ആരോഗ്യം പണത്തെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന നേരത്ത് കൊടുക്കലാണ് ഹൈറ്. അല്ലാതെ നിൻ്റെ ആവശ്യത്തിലൊക്കെ തികഞ്ഞിട്ട് അധികം കിട്ടുന്ന പണം അത് കൊടുക്കുന്ന എനിക്കൊരു സുഖവും കിട്ടില്ല, അതല്ല. നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിനക്കെന്തായാലും 500-ൻ്റെ പ്രയാസമുണ്ട്. ഇവിടെ ഒരു 15 റിയാലിൻ്റെ 50 റിയാലിൻ്റെ പ്രശ്നം ഇവിടെ ഉള്ളൂ. 500-ൻ്റെ പ്രശ്നത്തിൽ നീ 50 കൊടുത്തേക്ക് എങ്ങനെയെങ്കിലും. ഒരുത്തൻ്റെ കഴിഞ്ഞില്ലേ അല്ലേ, നമുക്ക് ഇനിയും കുറേ കിട്ടാനുണ്ട്, എന്നാലും നമ്മൾ പ്രശ്നം തീരും. ആ സമയത്ത് കൊടുക്കുമ്പോൾ അള്ളാഹ് അറിയാതെ നമ്മൾക്ക് എന്ത് തരും, ഹൈറ് തരും. ഇതാണ് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്. അടുത്തായിട്ട് ഞാൻ എടുത്തല്ലേ അഷെയ്ത്വാനു, നിങ്ങൾ നോക്കിയാൽ മതിട്ട് എത്ര നല്ല പിന്നെ അള്ളാഹിൻ്റെ വാചകങ്ങൾ. ഷെയ്ത്വാനാണ് യഇദുകുമുൽ ഫഖർ, ദാരിദ്ര്യം നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്നു. വയമുറുക്കും, അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, ബിൽ ഫഹ്ഷാ, നീചവൃത്തി. വല്ലാഹു, അള്ളയാകട്ടെ, യഇദുക്കും, നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്നു, മഗ്ഫിറ, പാപമോചനം, മിൻഹു, അവനിൽ നിന്ന്, വഫദ്ല, അള്ളാഹുവിൻ്റെ ദയ അഥവാ അനുഗ്രഹങ്ങൾ. വല്ലാഹു, അള്ളയാകുന്നു, വാസിഉൻ, വിശാലൻ, അലീം, എല്ലാം അറിയുന്നവനും. അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖർ, ദാരിദ്ര്യം വാഗ്ദത്തം ചെയ്യുന്നത് ആരാ? ശൈത്താൻ. ഇത് ഏത് വിഷയം പറഞ്ഞപ്പോൾ അള്ളാഹ് പറഞ്ഞത്? സമ്പത്ത് ചെലവഴിക്കുന്ന വിഷയം പറയുമ്പോൾ അല്ലേ, നമുക്കൊക്കെ തോന്നില്ലേ അത് ദാരിദ്ര്യം അല്ലേ. നമ്മൾ പറയില്ലേ, നിൻ്റെ കുടുംബം ഇതെവിടെ നിയമം വരാൻ പോകുന്നു, ഇപ്പോൾ കൊടുക്കണ്ടേ, ഇപ്പം വീടിന് തറ കെട്ടുന്നുണ്ട്, അല്ലെ വാർപ്പ് പണി കഴിഞ്ഞിട്ടുണ്ട്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, മക്കളെ പഠനം, അവരുടെ താമസം, അടുത്ത കച്ചവടത്തിൻ്റെ തുടക്കം, ഇപ്പം ഇല്ലേ, ഇങ്ങനെ 100 കൂട്ടം ചിന്ത ചെയ്താൻ തോന്നിപ്പിക്കും. സാധാരണ നാട്ടും പുറത്തൊക്കെ കാണലുണ്ട്, നാട്ടും പുറത്തൊക്കെ ഉണ്ടായാലുണ്ട്. ഈ ഓരോരോ വിഷയത്തിലൊക്കെ ചില വീടുകളൊക്കെ പിരിവിന് പോയി കഴിഞ്ഞാൽ, കളക്ഷന് പോയി കഴിഞ്ഞാൽ അല്ലേ, ഇയാൾ പിന്നെ ആയത്തോ ഹദീസോ അതിൻ്റെ ഭംഗിയോ അതിൻ്റെ സിഫത്തും ഇതൊക്കെ നീട്ടിക്കേട്ടാൽ അതുകൊണ്ട് മനസ്സ് മാറിയിട്ടും അകത്തേക്ക് പൈസ എടുക്കാൻ പോയിട്ടുണ്ടാകും. വരുമ്പോഴത്തേക്ക് പോയ ആളല്ല തിരിച്ചു വന്നിട്ടുണ്ടാകുക. കാരണം എന്താ, ഉള്ളിൽ നിന്ന് ഇതൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും വേറെ ആൾ അല്ലേ. ഇതൊക്കെ കേട്ട് അയാളൊരു നല്ല സംഖ്യ ഓഫർ ചെയ്തിട്ട് റൂമിലൊക്കെ എത്തുമ്പോഴത്തേക്ക് ആണ്ട് തുടങ്ങൂലേ അല്ലേ. അങ്ങനെ നിങ്ങൾ മനസ്സിലായത്, ഇവിടുത്തെ മക്കൾ നമ്മൾ നിങ്ങൾക്ക് ഇതുമാത്രം മതിയോ, ദീനെന്ന ദീന്, അല്ലെങ്കിൽ ഇതും അവിടുത്തെ ദാരിദ്ര്യം ഇവിടുത്തെ പ്രശ്നം ഒക്കെ പറഞ്ഞിട്ട് ആകെ പ്രശ്നം പറഞ്ഞതിൻ്റെ നേരെ പകുതിയായിട്ടാണ് വന്നിട്ടുണ്ടാക്കുക അല്ലേ. പലപ്പോഴും പലർക്കും സംഭവിക്കുന്നതാണത്. നേരെ തിരിച്ചുണ്ടാവും, സ്ത്രീകളെ മാത്രം കുറ്റപ്പെടുത്തണ്ട അല്ലേ. ആണുങ്ങളും ഇതേമാതിരി ഉണ്ടാകും, കൂട്ടുകാരുണ്ടാവും, ഇപ്പുറം കൊടുക്കുമ്പോൾ അടുത്ത കൂട്ടുകാരെ മുടക്കുന്നുണ്ടാവും അല്ലേ.
നമ്മൾ ഒരു ടീം നന്നായിട്ട് മുടക്കാൻ നടത്താൻ മാസങ്ങളോളം അധ്വാനിക്കുന്നുണ്ടാവും. 2 മണിക്കൂർ കൊണ്ട് മുടക്ക കമ്മിറ്റി എന്ത് ചെയ്യും? അതുകൊണ്ട് മുടക്കി തരുകയും ചെയ്യും. എപ്പോഴും ഉണ്ടാകുന്നതാണത് അല്ലേ? ഈ ദാരിദ്ര്യം നമ്മളെ സദക്ക നൽകുമ്പോൾ തോന്നിപ്പിക്കുന്നത് ആരാ? ശൈത്താൻ അല്ലേ? സാധാരണ പിന്നെ കേൾക്കുക, നിങ്ങൾ ഈ പേഴ്സിൽ ഇങ്ങനെ നോക്കുകയാണ്, കാരണം 10 അതിൻ്റെ അകത്ത് ഇല്ല, കിട്ടുകയില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ നോക്കി വെക്കും. എപ്പോൾ വലിക്കും 50, 100 പേരും സങ്കടമായിരിക്കും അല്ലേ? ഇങ്ങനത്തെ ഒക്കെ ആൾക്കാരുണ്ട് അല്ലേ? കൊടുക്കൂല. എന്താ പള്ളിയിൽ ആദ്യം കൊടുക്കാത്തത്? ബക്കറ്റിൽ കുറേ ചില്ലറ വീട്ടെ, എന്നാലും ഇയാൾ 50 കൊടുത്തിട്ട് ബാക്കി 40 കൊണ്ട് എടുക്കാൻ പറ്റും അല്ലേ? അതുവരെ കാത്തു നിൽക്കുന്ന ആൾക്കാരുണ്ട്. ആദ്യം 500 ഇട്ടിട്ട് അവസാനം 490 എല്ലാവരും പോയിട്ട് എടുക്കുന്ന ആൾക്കാർ വേറെ ഉണ്ട് അല്ലേ? ഇങ്ങനെ പല മോഡലിലാണ് ദാനം കൊടുക്കുന്ന ആൾക്കാരെ നോക്കിയിട്ട് അല്ലെങ്കിൽ പറ്റിച്ചിട്ട് പിന്നെ ഇതാ 30-ാം തീയതി ഗൾഫിലേക്ക് വരുന്ന അല്ലേ, നീ 2-ാം തീയതി വീട്ടിലേക്ക് പോകും, അപ്പോൾ കാണാമല്ലോ 30-ാം തീയതി കയറിയിട്ട് പോന്നിട്ടുണ്ടാവും അല്ലേ? ഇങ്ങനത്തെ എന്തെല്ലാം മോഡൽ ആൾക്കാരുണ്ടാകുക അല്ല. ഈ ദാരിദ്ര്യം, ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ മനസ്സിൽ ഇതൊക്കെ തോന്നിപ്പിക്കുന്ന ശൈത്താനാ. കൊടുക്കാതെ നിന്നാൽ നീ എന്തിനാ ബാലൻസ് ചെയ്ത് വെക്കുന്നത്? നിനക്ക് പിന്നെ ബാലൻസ് ആക്കി വെക്കുന്നത് നിനക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ലേ? അള്ള കണക്കാക്കി നിനക്ക് കിട്ടും. കൊടുത്താലും കിട്ടും, കൊടുത്തില്ലെങ്കിലും കിട്ടും. കൊടുത്താലത് പരലോകത്ത് കിട്ടും ഇല്ലേ? നീ നിൻ്റെ ചിന്ത വെച്ചിട്ടൊന്നും സങ്കല്പിക്കണ്ട. എത്രയോ ആളുകൾ നടു റോഡിലും ആകാശത്തിൽ വെച്ചും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോഴും ബൈക്കിലും ഒക്കെ ഓരോരുത്തർ ദിവസേന മരിക്കുന്ന കാണുന്നില്ലേ നീ? പലതും ബാക്കി വെച്ചിട്ടായിരിക്കും എല്ലാവരും മരിക്കുന്നത്. നമ്മളും ഒരുപാട് നന്മകളൊക്കെ ബാക്കി വെച്ചിട്ട് ചെയ്യാതെ തെറ്റുകളുടെ കൂമ്പാരമായിട്ടാണ് അള്ളാഹിൻ്റെ അടുത്തേക്ക് പോകുന്നതെങ്കിൽ സഹോദരങ്ങളെ എപ്പോഴും പേടിക്കണം. ദാനത്തിൻ്റെ വിഷയത കൊണ്ടാണ് ഞാൻ അതിലേക്ക് മാത്രം ഊന്നി പറഞ്ഞത്, അല്ല പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് 800 റിയാൽ സാലറി ആണെങ്കിലും 1000 ആണെങ്കിലും അല്ലേ കൊടുത്തോ. നമ്മൾ 800-ന് വന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ഇതിൽ, ഇന്ന് വലിയ മുതലാളിമാരൊക്കെ ആയിട്ടുണ്ടാവും. ഇപ്പോൾ അന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ടാകും, അന്ന് നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടാകും. അത്ര തന്നെയായി 10,000 കിട്ടിയിട്ട് നമുക്ക് ബാക്കി ചെയ്യാന്നുള്ളൂ. ശരിയല്ലേ? അതില്ലേ എല്ലാവരും സത്യമാണത്. ഓരോരോ കൊല്ലം ഇങ്ങനെ സാലറി വർദ്ധിക്കുന്നുണ്ട്. ആ വർദ്ധിക്കുന്നതനുസരിച്ച് നമുക്ക് പ്ലാനൊക്കെ ഉണ്ടാവും. വർദ്ധിക്കുന്ന തൽക്കാലത്തേക്ക് അത് മാറ്റിയേക്കാം. ആരും കഴിഞ്ഞിട്ടൊന്നുമില്ല. അത് അതെങ്ങനെ വരുത്തും? പക്ഷെ എന്താ ബാക്കിയെന്നറിയാം? റസൂലുള്ളാഹി പറഞ്ഞതുപോലെ നീ കുടിച്ചതും തിന്നതും ധരിച്ചതും ദാനം കൊടുത്തതും ഇത് മാത്രമേ ബാക്കിയുണ്ടാവൂ. ബാക്കിയൊക്കെ അന്ത താരിഖുൻ ലിന്നാസ്, നീ ജനങ്ങൾക്ക് എന്ത് ചെയ്യും? വിട്ടേച്ച് പോകും. അത് ഉറപ്പായിട്ടും പോകും. അസുഖങ്ങൾ വന്നാൽ അതുപോലെ തന്നെ പണം കൊണ്ട് ഒരു ഉപകാരവും ഇല്ലാത്ത അസുഖങ്ങൾ വരും. ഓരോ പിന്നെ ഡയാലിസിസിനും ഇതിങ്ങനെ തീർന്നു കൊണ്ടേയിരിക്കും, കൊടുത്തുകൊണ്ടേയിരിക്കും. സമ്പാദിച്ചത് ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ടാകും. ഓരോ ഡയാലിസിസ് ആഴ്ചയിൽ 2 വട്ടം 3 വട്ടം. ഇനി അതിനെക്കൊണ്ട് ഫലമില്ല അല്ലേ? പറ്റുമെങ്കിൽ നമ്മൾ പോകേണ്ട കുറച്ച് സ്ഥലങ്ങളാണ് ഈ ഡയാലിസിസ് ചെയ്യുന്ന ഹോസ്പിറ്റലുകൾ. പിന്നെ അവരെ കിടത്തിയ ബെഡുകൾ ഡോക്ടർമാർ നിങ്ങൾക്ക് നടത്തി കാണിച്ചു തരും. ഇതൊരിക്കലും പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന രോഗമല്ല. കണ്ടില്ലേ ഈ 4 രോഗികൾ, ആ ഭാഗത്ത് കിടക്കുന്ന 4 രോഗികൾ ഈ അടുത്ത് മരിക്കാനുള്ള അള്ളാൻ്റെ വിധിയുണ്ടെങ്കിൽ, പക്ഷേ ഇവരെ കണക്ക് പ്രകാരം ഇത് ഇത്രയാണ് അല്ലേ? പണമുണ്ട് നിൻ്റെ കയ്യിൽ, കിഡ്നി നീ മാറ്റി വെക്കും. എത്ര പിന്നെ ഗ്യാരണ്ടി പറയും? 10 വർഷം പറയും, 10 വർഷം മാക്സിമം പറയും. പിന്നെ ഓൻ്റെ അടുത്ത് കോടിക്കണക്കിന് ഉറുപ്പിട്ട് കാര്യമില്ല. ഇവർ ആ ഒരു കപ്പാസിറ്റി അങ്ങനെ പറയുകയാണ് ഓരോന്നിനും മെഡിക്കൽ കോളേജിൽ അല്ലേ? എത്ര രോഗികളായി കിടക്കുന്ന ആൾ ക്യാൻസർ രോഗം കാർന്ന് തിന്നാണ് അല്ലേ? ഒന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞ രോഗിയായിരിക്കും. ആദ്യം വലിയ സമ്പത്തൊക്കെ ഉണ്ടാകും, പക്ഷെ മിക്കവാറും കണ്ടുപിടിക്കുന്നത് 1-2 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും. ഇനിയൊരു ചികിത്സിച്ചിട്ട് പോലും കാര്യമില്ല. അതിനെ ചികിത്സിക്കും തോറും മുടി പോയി, ശരീരം മെലിഞ്ഞൊട്ടി, അവസാനം മൂക്കിലൊരു പൈപ്പ് വെച്ച് അതിലൊരു വെള്ളം കൊടുക്കുന്ന രീതി, കടിച്ചു തിന്നുന്ന സഹിക്കാൻ പറ്റാത്ത വേദന, അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ. എത്രയോ ആളുകൾ അനുഭവിക്കുന്നു. പണത്തിൻ്റെ കുറവുണ്ടോ? സ്വത്തിൻ്റെ കുറവുണ്ടോ? എന്തിൻ്റെങ്കിലും കുറവുണ്ടോ? എന്ന പണം അവർ ലോകം മുഴുവൻ വാരി എറിയാൻ തയ്യാറാണ്. പക്ഷെ ഇന്ന് നമ്മൾ ചിന്തിച്ചോ? ഇന്ന് ആരോഗ്യമുള്ള സമയത്ത് നമ്മളെ മുമ്പ് കൂടെ ഒരുപാട് രോഗികളും ആവശ്യക്കാരൊക്കെ മുമ്പിൽ വന്നിട്ട് നമ്മൾ 10 കൊല്ലം കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന മോളൊരു കല്യാണം അതിനു വേണ്ടി ഇപ്പോഴേ പൊന്നെന്നൊക്കെ രീതിയിൽ വെക്കണ്ടല്ലോ. മക്കൾക്ക് വേണ്ടിയൊക്കെ വെക്കണം, പക്ഷേ അതിന് പരിധിയുണ്ട്. അതിനപ്പുറത്തെ കെട്ടിപ്പൂട്ടി വെക്കുന്നത് നിനക്കത് ഷർറേ ഉണ്ടാവും. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞതുപോലെ ചെലവഴിച്ചോ.
നിങ്ങൾ ചെലവഴിക്കും മനുഷ്യന്മാരെ, എത്ര ചെലവഴിച്ചോ. നിങ്ങൾ പ്രാണൻ തൊണ്ടക്കുയിലെത്തുമ്പോൾ നിങ്ങൾ പറയും ലി ഫുലാനിൻ കഥ വലി ഫുലാനിൻ കഥ, ഇന്നയാക്കിത്ര എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പറയുന്ന രംഗം വരുന്നതിന് മുമ്പ് ഈ ആരോഗ്യമുള്ള പണമുള്ള ആവശ്യമുള്ള പണത്തെ പൂജിക്കുന്ന ഇഷ്ടപ്പെടുന്ന നേരത്ത് നിങ്ങൾ ചെലവഴിക്കുക. അള്ളാൻ്റെ മാർഗത്തിൽ തന്നെ ചെലവഴിക്കും. എത്രയോ ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞതാണ്. എപ്പോഴും നമുക്ക് ചിന്ത വേണം, മരിച്ചാൽ ഖബറിൽ കിട്ടുന്ന ആ നിലക്ക് നമ്മൾ ചെലവഴിക്കണം. ഏതെങ്കിലും ഒരു പള്ളിയിലെങ്കിലും എന്തെങ്കിലും ഒരു ഭാഗം നമ്മുടേതുണ്ടാകണം. കാരണം പള്ളി ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. നമ്മളുണ്ടാക്കിയതോ നമ്മൾ മെയിൻ്റനൻസിന് കൊടുത്തതോ ആയ പള്ളി പൊളിച്ചു കഴിഞ്ഞാലും വേറെ പള്ളി വന്നാലും നമ്മളെ കൂലി എന്ത് ചെയ്യില്ല, നഷ്ടപ്പെടില്ല. പള്ളിക്ക് ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരു പള്ളിയുടെ ഒരു സുജൂദ് ചെയ്യാനുള്ളൊരു സ്ഥലത്തിന് 50,000 10,000 ഒരു സുജൂദിൻ്റെ സ്ഥലം ഞാൻ സ്പോൺസർ ചെയ്യുക, ഞാൻ ചെയ്യുക അല്ലേ. ആ നിലക്ക് പള്ളി, ദീനി സ്ഥാപനങ്ങൾ, ദീനി പഠിക്കുന്ന മക്കൾ അല്ലേ. ചില ആളുകളൊക്കെ അങ്ങനെ പറയാറുണ്ട്, എൻ്റെ മക്കൾ എന്തായാലും ഹാഫിളാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, പക്ഷെ ആ കോളേജിൽ ഉണ്ടാകട്ടെ, ആ കോളേജിൽ പഠിക്കുന്ന ഒരു ഹാഫിൾ, എനിക്ക് 4 മക്കളുണ്ടെങ്കിൽ 5ാമത്തെ മോൻ ഈ ഹാഫിളാ അല്ലേ. ഒരു അലിഫ് എന്ന അക്ഷരം പഠിച്ചാൽ ആ ഹറഫ് ഓതിയാൽ കൂലിയ, കാണാപ്പാടം പഠിച്ചാൽ ആ കൂലിയ. ദീന് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. നമ്മുടെ മക്കൾ നമ്മളെ കഴിഞ്ഞിട്ടില്ല. പല സ്ഥാപനങ്ങളിലേക്കും ഭൗതിക കോഴ്സിൻ്റെ പിന്നാലെ നമ്മൾ പറഞ്ഞു വെച്ചു. ഓക്കെ ശരി, പക്ഷെ നീ ചിന്തിക്ക്, ദീന് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അതിൽ ഒരു പണ്ഡിതനെ എൻ്റെ പണം കൊണ്ടാകട്ടെ അയാൾ പ്രസംഗിക്കുന്നത്, അയാൾ ക്ലാസ് എടുക്കുന്നത്, അയാൾ ഖുർആൻ പഠിപ്പിക്കുന്നത്, ആ സ്ഥാപനം ഖിയാമത്ത് നാൾ വരെ പടർന്ന് പന്തലിച്ച് നിലനിന്നുകൊണ്ടേയിരിക്കും. ഞാൻ മരിച്ചാലും എൻ്റെ ഖബറിൽ കോടിക്കണക്കിന് ആളുകൾ ഇയാൾ കാരണം കൊണ്ട് എന്ത് ചെയ്യും, കൂലി കിട്ടും. നിങ്ങൾ അമാനി മൗലവിയെ ചിന്തിച്ച് നോക്കിയേ. നമ്മൾ ഈ പരിഭാഷ ഇവിടെ പഠിക്കുന്നുണ്ട്. സൗദി അറേബ്യയിൽ എത്ര സെൻറ്ററുകളിൽ, നാട്ടിലെത്ര പള്ളികൾ, എത്ര വീടുകളിൽ അമാനി മൗലവി മെഴുകുതിരി വെളിച്ചത്തിൽ എഴുതിയ പരിഭാഷ അല്ലേ. ഇതിൻ്റെ വിശദീകരണം അള്ളാഹുദ്ദത്തിന് സ്വർഗം നൽകുമാറാകട്ടെ. ഓരോ ഹർഫിനും കൂലിയ അല്ലേ, ഓരോ ഹർഫിനും. നമുക്ക് ചിന്തിക്കാനൊക്കെ ഇത് അദ്ദേഹത്തെ ഇതാരാണ് ഇത് പഠിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ഉസ്താദായിരിക്കും. റസൂലുള്ള വരെ ഇതിങ്ങനെ പോകും. ഇത് നിങ്ങളിലൂടെ കൈമാറ്, ഇത് നിങ്ങൾ വേറെ ആക്കി കൊടുക്ക്. ഇതുപോലെയാ നിങ്ങളൊരു പള്ളിക്ക്, നിങ്ങളൊരു മദ്രസക്ക്, നിങ്ങളൊരു യതീംഖാനക്ക് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോട്ടിക്കോ. നിലനിൽക്കുന്ന സ്വതക്ക അല്ലെ. റസൂലുള്ള പറഞ്ഞില്ലേ, മരിച്ച ബാക്കിയാകുന്ന 3 കാര്യങ്ങളിൽ ഒന്നെന്താണ്, സ്വതക്കത്തുൻ ജാരിയ, നിലനിൽക്കുന്ന ദാന. അത് സൂക്ഷിച്ച് ശരിക്ക് വെച്ചോ. അല്ലാണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കുന്ന പണം ഉണ്ടല്ലോ, അത് മക്കൾക്കാണ് അല്ലേ. കവികളും എഴുത്തുകാരും ഒക്കെ പറയാറുണ്ട്, ഖബറിൻ്റെ സമീപത്ത് കൂടെ എൻ്റെ കുടുംബക്കാരത ഇങ്ങനെ ഒരു ഖബറിൽ കിടക്കുന്ന ഖബറാളി വിലപിക്കുന്ന രംഗായി. യമുറു അഖാരിബി ജനബാത്ത് ഖബരി, എൻ്റെ ഖബറിൻ്റെ സമീപത്ത് കൂടെ എൻ്റെ കുടുംബക്കാരിങ്ങനെ പോകുകയാണ്. എങ്ങനെയാണ് പോകുന്നത്, വലം യഅരിഫൂനനി, എന്നെ അറിയാതെയാണ് പോകുന്നത്. ഒരു ഉപ്പയാണല്ലേ കിടക്കുന്നത് അല്ലേ, ഓരോ മൂത്താപ്പയാണല്ലേ കിടക്കുന്നത്, ആർക്കും വേണ്ട. എന്താണ് അവർ ചെയ്യുന്നത്, ഞാൻ മരിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടില്ല, വീട്ടിൽ അനന്തര സ്വത്തോഹരി വെക്കുന്ന തിരക്കില്ല. പെണ്ണ് ചിന്തിക്കുകയാണ്, എൻ്റെ പൊന്ന് സ്വർണം വിട്ടേച്ച് പോയതൊക്കെ അളവ് തിട്ടപ്പെടുന്ന തിരക്കിലാണ്. ഒരു ഖബറിൽ കിടക്കുന്ന ആൾക്കാരുടെ വിഷയമല്ല, ചിന്തിക്കുന്നുമില്ല. വീട്ടിലത്തെ കരച്ചിൽ, ഇവൻ വിട്ടേച്ചോ മക്കൾക്കാരാ, ഭാര്യക്കാരാ, ഭർത്താവിനാരാ, ഉപ്പക്കാരാ, ഖബറാളിക്കാരാ, ഒന്നുമില്ല. അന്ന് ആരും നിന്നെപ്പറ്റി ചിന്തിക്കൂല. മയ്യത്തെപ്പോഴാണ് കുളിപ്പിക്കുക, മയ്യത്തെപ്പോഴാണ് കഫൻ ചെയ്യുക, മയ്യത്തെപ്പോഴാണ് കബറടക്കുക, എന്തിനാ ഇത്ര നേരം വൈകിക്കുന്നത്, ഗൾഫത്തെ മോനോട് വിവരം പറഞ്ഞാൽ പോരെ അല്ലേ, ഓനോട് അവിടെ നിർപ്പിക്ക്. ആൾക്കാർക്ക് തിരക്കുക, നിന്നെ കബറിൽ കുഴിച്ച് മുഴുവൻ ഇവർക്ക് വേറെ പണിയുണ്ട്. അന്ന് നിൻ്റെ രക്ഷക്കായിട്ട് ആരേ ഉണ്ടാകൂ, സ്വതക്കത്തും ജാരിയ, നിൻ്റെ സ്വതക്ക മാത്രം, നിൻ്റെ അമല് മാത്രം, സ്വാലിഹായ മക്കൾ മാത്രം. 3 ചിന്തിച്ചോ അല്ലേ. ഒന്ന്, ഉപകാരപ്പെടുത്തുന്ന ഇൽമ്, നീ ഒന്നും പഠിച്ചില്ല, സമ്പാദിക്കാൻ വേണ്ടി പഠിച്ചില്ല. അതുപോലെ തന്നെ 4 മക്കളെ നീ ഉണ്ടാക്കിയിട്ടില്ല, ഒന്നും അറിയാത്ത മക്കളാണ്. നിൻ്റെ ചുറ്റുഭാഗം കണ്ട് വളർന്നൊക്കെ പഠിച്ച മക്കൾ തോന്നിവാസം മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നീ ഒരു പണം ചില്ലിക്കാശ് അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ ചിലവഴിച്ചിട്ടില്ല, എല്ലാം പിടിച്ചു വെച്ചു. പുര ഇങ്ങനെ മാറി മാറി ഉണ്ടാക്കി. ഒരു മതിലുണ്ടാക്കി, അടുത്ത വേഷം അത് പൊളിച്ച് അടുത്ത്, ആ പെയിൻറ്റ് മാറ്റി അടുത്ത പെയിൻറ്റ് അല്ലേ, അപ്പുറം മന്തിലിട്ട് ഇപ്പുറം പൊളിച്ച് ഇല്ലേ, ഇവിടുന്ന് തുടങ്ങി അടുക്കള 1 കിലോമീറ്റർ അടുക്കള ഉണ്ടാക്കി. അപ്പോഴാണ് മനസ്സിലായത് അടുക്കള ഇങ്ങനത്തെ. അപ്പോൾ ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് അങ്ങോട്ട് പോയി. ഇതിങ്ങനെ ജനിച്ചത് മുഴുവനും ഈ പുര ഉണ്ടാക്കി കളിക്കാൻ വേണ്ടി എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഓരോരുത്തർ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ആകെ ഓരോ ലീവിന് 2 മാസം നാട്ടിൽ പോകും, 2 മാസവും മതിലുമ്മ പണിയായിരിക്കും ഇയാൾക്ക് അല്ലേ. 20 കൊല്ലം ഗൾഫിൽ വന്നിട്ട് മതിലിൻ്റെ പണി പൂർത്തിയാക്കിയിട്ടില്ല. കാരണം ഇപ്പുറം പൊളിച്ച് അപ്പുറം വെച്ച്, അപ്പുറത്ത് മാറ്റി ഇപ്പുറം വെച്ച്, ഇതാണ് തീർക്കും. എന്തിനായത്, ഖബറിൽ നിനക്ക് എന്തെങ്കിലും ബാക്കി ഉണ്ടാകുന്നത് ഇത് മാത്രം ചെയ്തു വെച്ച്. ഗൾഫുകാരും പ്രവാസികളൊക്കെ ചിന്തിച്ചോ, ഏകദേശം നമ്മളെ സമയം കഴിഞ്ഞ് എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കിയ സമയമായത്. ഏകദേശം
ഇത്രയും കൊല്ലം നിന്നിട്ട് എന്താ ഉണ്ടാക്കിയത്? നീ ഓരോ മാസം കിട്ടിയതൊന്ന് ആലോചിച്ച് നോക്കി. ഓരോ മാസം എത്ര കിട്ടിയിട്ടുണ്ട്, എക്സ്ട്രാ എത്ര കിട്ടിയിട്ടുണ്ട്, ഇത്ര കൊല്ലമായി. പഠിച്ചവൻ്റെ മാർഗത്തിൽ നിങ്ങൾ എത്ര പോയിട്ടുണ്ടാവും അല്ലേ? ഓരോ ദിവസം സങ്കല്പിച്ചോ, ചിന്തിച്ചോ. പൊടിക്കുകയാണ് ഇവിടെ ഈ തോന്നിവാസങ്ങൾക്കും അല്ലേ. വ്യാഴാഴ്ചകൾ ഇസ്രാളൊന്നും ഒന്നും കിട്ടൂല, ഒക്കെ ഡാൻസിനും പാട്ടിനും ആയിരിക്കും അല്ലേ. ഒന്നിനും കിട്ടുന്നില്ല, ഒന്നും മറ്റുള്ള മതക്കാരൊന്നല്ല, ഒക്കെ നമ്മളെ കൗമ തന്നെ. ഈ പ്രയാസത്തിൻ്റെ തിരക്കിലും ഇതിൻ്റെ പിന്നാലെ പോകാൻ ആളുകൾക്കൊക്കെ താല്പര്യം. അതല്ല, നമ്മൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ ഇറങ്ങുക. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മൾ ചെലവഴിച്ചതും നമ്മൾ ചെയ്ത നന്മകളുമൊക്കെ അള്ളാഹിൻ്റെ പരലോകത്ത് നല്ല സ്വർഗം കിട്ടുന്ന അമലായി അള്ളാഹു തആല മാറ്റിത്തരുമാറാകട്ടെ. നമ്മളിൽ സംഭവിച്ചു പോയ തെറ്റുകളെ കൊണ്ട് നമ്മുടെ നന്മകളെ അള്ളാഹു നഷ്ടപ്പെടുത്തുന്നവരിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.